ഹലോ എവരി വൺ. APP എക്സാമിന്റെ ഭാഗമായിട്ട് നമുക്ക് BNSന്റെ കുറച്ച് MCQs വർക്ക്ഔട്ട് ചെയ്യാം. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ടോട്ടൽ നമ്പർ ഓഫ് ചാപ്റ്റേഴ്സ് ആൻഡ് സെക്ഷൻസ് ഇൻ BNS റെസ്പെക്റ്റീവ്ലി ആർ. അപ്പൊ എത്ര ചാപ്റ്റേഴ്സും എത്ര സെക്ഷൻസും ഉണ്ടെന്നാണ് ക്വസ്റ്റ്യൻ. സി ഇത് മിക്ക എക്സാംസിന് ചോദിക്കുന്നതാണ്, നിങ്ങൾ നോക്കാതെ പോകരുത്. സി അതായത് 20 ചാപ്റ്റേഴ്സ് ആൻഡ് 358 സെക്ഷൻസ് ആണ് BNSനുള്ളത്. BNSന്റെയും BNSSന്റെയും ചോദിക്കും, ചാൻസ് ഉണ്ട്. ഓക്കെ, പുതിയൊരു ആക്ട് ആയതുകൊണ്ട് തന്നെ എത്ര സെക്ഷൻസ് ഉണ്ട്, എത്ര ചാപ്റ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ ചോദിക്കാം. അപ്പൊ 20 ചാപ്റ്റേഴ്സ് ആൻഡ് 358 സെക്ഷൻസ് ആണ് BNSനുള്ളത്. അത് എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് ഓർക്കുക, 1 ജൂലൈ 2024. ഇതും കൂടെ ജസ്റ്റ് ഒന്ന് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The word illegal is applicable to everything which is an offense, which is prohibited by law, which furnishes ground for civil action. അപ്പൊ ഇല്ലീഗൽ എന്ന് പറഞ്ഞ ടേം ഇതിലൊക്കെയാണ് ഉൾപ്പെടുന്നത് നോക്കുക. which is an offense, which is prohibited by law, which furnishes ground for civil action. ഈ സിവിൽ ആക്ഷൻ കണ്ടുകൊണ്ട് ആരും ക്രിമിനൽ ലോയിൽ ഇത് അപ്ലൈ ചെയ്യില്ലല്ലോ എന്ന് വിചാരിക്കരുത്. ഇത് മൂന്നും എന്താണ് ഈ പറയുന്നത് ഇല്ലീഗൽ ആണ്. എന്താണ്, അതൊരു ഒഫൻസ് ആണ്, പ്രൊഹിബിറ്റഡ് ബൈ ലോ ആണ്, അതുപോലെ എന്താണ് സിവിൽ ആക്ഷന്റെ ഒരു ഗ്രൗണ്ട് ആണ്. സോ ഡി ആണ് കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ. ഇല്ലീഗലിന്റെ മാത്രമല്ല, ചില ഡെഫിനേഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനേഷൻസ് ആ ഒരു ഏരിയ നിങ്ങൾ നോക്കാതെ പോരുത്. BNS ആണെങ്കിലും BNSS ആണെങ്കിലും എന്താണ്, ചില ഡെഫിനേഷൻസ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഡെഫിനേഷൻസ് MCQs ചോദിക്കാം. കാരണം MCQs ഒരുപാട് ചോദിക്കാൻ പറ്റിയൊരു ഏരിയ MCQs തന്നെയാണ്. നമ്മൾ ചിലതൊക്കെ ഭയങ്കര സിമ്പിൾ ആയിട്ടും ചിലതൊക്കെ നമ്മൾ ഇഗ്നോർ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അതിൽ നിന്നൊക്കെ ആയിരിക്കും നമുക്ക് MCQs ചോദിക്കാൻ ചാൻസ് ഉള്ളത്. സോ എന്താണ്, നിങ്ങൾ ഡെഫിനിഷൻ ക്ലോസ് ഒരിക്കലും എന്ത് ചെയ്ത് വിട്ടുപഠിക്കരുത്. ഓക്കെ, കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കാം. നമ്മൾ 215 ആണ് ഇല്ലീഗൽ ഡിഫൈൻ ചെയ്തത്. ദെൻ 2 ക്ലോസ് 3 പറയുന്നത് ചൈൽഡ് ആണ്. അണ്ടർ 18 years of age നമ്മൾ ചൈൽഡ് എന്ന് പറയുന്നുണ്ട്. പുതിയൊരു ഡെഫിനിഷൻ ആണ്, അപ്പൊ നോക്കിയിട്ട് പോകണം. 2 ക്ലോസ് 3 ആണ് ചൈൽഡ് എന്ന് പറയുന്നത്. ദെൻ 2 ക്ലോസ് 8 ഡോക്യുമെന്റ് എന്ന് പറയുന്നത്. ഡോക്യുമെന്റ് ഇമ്പോർട്ടന്റ് ഡെഫിനേഷൻ ആണ്. ഇല്ലസ്ട്രേഷൻസ് വെച്ചിട്ടായിരിക്കും ഡോക്യുമെന്റിൽ ഇത് ഡോക്യുമെന്റ് ആണോ ഇല്ലയെന്നൊക്കെ MCQ ചോദിക്കുന്നത്. ലൈക്ക് ഒരു മാപ്പ് ഒരു ഡോക്യുമെന്റ് ആണോ, ഒരു കാരിക്കേച്ചർ ഡോക്യുമെന്റ് ആണോ, ലൈക്ക് എന്താ പറയാ, ഇവൻ നമ്മളൊരു റോക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം ചുമ്മാ എഴുതിയിടുന്നത് അതൊക്കെ നമുക്ക് ഡോക്യുമെന്റ് ആണ് എന്ന് ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, ദെൻ ഫ്രോഡുലന്റ്ലി, ഇന്റൻഷൻ ടു ഡീഫ്രോഡ്, അതിനാണ് നമ്മൾ ഫ്രോഡുലന്റ്ലി കൊണ്ടുവരുന്നത്. ദെൻ ജെൻഡറിൽ നെൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ് നിങ്ങൾ ഓർത്തിരിക്കുക. ഇതിൽ എന്താണ്, ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടെ എന്താണ് നമ്മൾ ഈ പറയുന്ന ട്രാൻസ്ജെൻഡേഴ്സിനെയും കൂടെ ജെൻഡർ എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്തിയ കേസാണ് നെൽസ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യയുടെ കേസ്. അപ്പൊ 2 ക്ലോസ് 10 ജെൻഡർ ഓർത്തിരിക്കുക. ദെൻ ഗുഡ് ഫെയ്ത്ത്, വിത്തൗട്ട് ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ എന്താ ചെയ്യുന്നതൊന്നും എന്തായാലും ഗുഡ് ഫെയ്ത്തിൽ ആവത്തില്ല. സോ എന്താണ് അവിടെ, വിത്ത് ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ അവിടെ ഉണ്ടായിരിക്കും. ഡ്യൂ കെയർ ആൻഡ് അറ്റൻഷൻ എങ്കിൽ മാത്രമേ അത് നമ്മൾ ഗുഡ് ഫെയ്ത്തിൽ ചെയ്തതാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഇത് ഇമ്പോർട്ടന്റ് ആണ് ഈ ഡെഫിനേഷൻ. 2 ക്ലോസ് 11 ഗുഡ് ഫെയ്ത്ത്. ദെൻ 2 ക്ലോസ് 14 ഇൻജുറി. ഇൻജുറി എന്ന് പറഞ്ഞാൽ എനി ഹാം ഇല്ലീഗലി കോസ് ടു എനി പേഴ്സൺ. അത് മൈൻഡ് ആവാം, റെപ്യൂട്ടേഷൻ ആവാം, പ്രോപ്പർട്ടി ആവാം. എന്താണ് അതെല്ലാം ഇൻജുറിയിൽ വരും. 2 ക്ലോസ് 14 ഇൻജുറി. ദെൻ 2 ക്ലോസ് 26 പേഴ്സന്റെ കാര്യം പറയാം. ബോഡി ഓഫ് അസോസിയേഷൻ, കമ്പനി, ഇതെല്ലാം എന്താണ് പേഴ്സണിൽ വരുന്നതാണ്. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. സോ ഇമ്പോർട്ടന്റ് MCQs ഇതാണ്. ദെൻ റീസൺ ടു ബിലീവ്, വോളണ്ടറിലി, അതുപോലെ തന്നെ നമ്മുടെ സെക്യൂരിറ്റി, ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. വാല്യുബിൾ സെക്യൂരിറ്റിയിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് ഉണ്ട്. സോ നോക്കാതെ പോകരുത്. ഡെഫിനിഷൻ പാർട്ട് ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Section 3 clause 5 of BNS formally, the section 34 IPC is considered to be. That section 34 IPC എന്താണ്, common intention. അതാണ് നമ്മുടെ ഇപ്പോഴത്തെ 3 clause 5 common intention. ഓക്കെ, common intention അതിനെ പറ്റിയാണ് ക്വസ്റ്റ്യൻ. common intention, it's a first option. The rule of evidence on creating joint liability but not a substantive offense. എന്താണ്, അതൊരു just rule of evidence മാത്രമാണ്, ഒരു substantive offense അല്ല എന്നാണ് പറയുന്നത്. A distinct substantive crime that is punishable by itself. A civil wrong dealing with contract negligence. അതെന്തായാലും അല്ലല്ലോ. Then a procedural guideline strictly meant for the police during investigation. അതും അല്ല. സോ എന്താണ്, ഇത് റൂൾ ഓഫ് എവിഡൻസ് ആണോ അതോ സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ് ആണോ? എന്താണ്, 3 ക്ലോസ് 5 അല്ലെങ്കിൽ കോമൺ ഇന്റൻഷൻ എന്ന് പറഞ്ഞ ഒരു സ്പെസിഫിക് ഒഫൻസ് അല്ല, ഒരു സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ് അല്ല. അൺലൈക്ക് 189 അൺലോഫുൾ അസംബ്ലിയെ സംബന്ധിച്ച്. അല്ലാതെ അൺലോഫുൾ അസംബ്ലി എന്ന് പറയുന്നത് എന്താണ്, ഒരു സബ്സ്റ്റാൻറ്റീവ്, ഒരു സ്പെസിഫിക് ഒഫൻസ് ആണ്. കാരണം അല്ലെങ്കിൽ എന്താണ്, മിയർ മെമ്പർഷിപ്പ് ഇൻ അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞാൽ തന്നെ ഒരു സ്പെസിഫിക് ഒഫൻസ്, സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ് ആണ്. പക്ഷെ 3 ക്ലോസ് 5 അല്ലെങ്കിൽ കോമൺ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ് അല്ല. അതെന്താണ്, അത് റൂൾ ഓഫ് എവിഡൻസ് മാത്രമാണ്. റൂൾ ഓഫ് എവിഡൻസ് മാത്രമാണ്. നമ്മൾ മറ്റ്
ഇതെന്താണ് ഒഫൻസിന്റെ കൂടെ ആയിരിക്കും എന്ത് ചെയ്യുന്നത് അത് റെഡി ചെയ്യുന്നത്. സോ അതായത് അത് എന്തിനു വേണ്ടിയിട്ടാ ഒരു കൺസ്ട്രക്റ്റീവ് ലയബിലിറ്റിയുടെ ആ ഒരു ഏരിയയിൽ അത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. So does not define an independent crime. Instead എന്താണ് it act as a rule of evidence that attributes constructive liability. ഇത് നിങ്ങൾ ഓർത്തിരിക്കണം, joint liability അല്ലെങ്കിൽ constructive liability ആണ് അത് പറയുന്നത്. It always be charged in tandem with a specific crime. അത് സ്പെസിഫിക് ക്രൈമിന്റെ കൂടെ ആയിരിക്കും നമ്മൾ റെഡ് വിത്ത് സ്പെസിഫിക് ക്രൈം. ഓക്കെ, അതായത് ഫോർ എക്സാമ്പിൾ മർഡർ റെഡ് വിത്ത് 3 clause 5 എന്ന് ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ എന്താണ്, ആ മർഡർ കമ്മിറ്റ് ചെയ്തത് കോമൺ ഇന്റൻഷന്റെ ഭാഗമായിട്ടായിരിക്കും. ഓക്കെ, അതായത് ഓരോ അക്യൂസ്ഡും എന്താണ് ഈക്വലി ലൈബിൾ ആയിരിക്കും. അതിൽ കൺസ്ട്രക്റ്റീവ് ലൈബിലിറ്റി കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത് 3 clause 5 റൂൾ ഓഫ് എവിഡൻസ്. ദെൻ ഇമ്പോർട്ടന്റ് കേസ് മഹബൂബ് ഷാ വേഴ്സസ് കിങ് എംബ്രാന്റെ കേസ്. ഓക്കെ, ഇവിടെ എന്ന് പറഞ്ഞാൽ കോമൺ ഇന്റൻഷനും സിമിലർ ഇന്റൻഷനും തമ്മിലുള്ള വ്യത്യാസമാണ്. കോമൺ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പ്രീ അറേഞ്ച്ഡ് പ്ലാൻ അല്ലെങ്കിൽ പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടായിരിക്കും. പക്ഷെ സിമിലർ ഇന്റൻഷൻ എന്താണ്, ശരിക്കും ഇന്റൻഷൻ ഒക്കെ സെയിം ആയിരിക്കും, പക്ഷെ എന്താണ് അവിടെ ഒരു ഷെയറിംഗ് ഓഫ് പ്ലാനിൽ ഒരു കോമൺ യൂണിറ്റ്, അത് ഒരു കോമൺ പ്ലാൻ ഉണ്ടായിരിക്കത്തില്ല. കോമൺ പ്ലാൻ എന്ന് വെച്ചാൽ എന്താണ്, അവർ തമ്മിൽ ഷെയർ ചെയ്തിരിക്കണം, അങ്ങനെ ഷെയറിംഗ് ഉണ്ടായിരിക്കത്തില്ല, പക്ഷെ ഇന്റൻഷൻ ഒക്കെ സെയിം ആയിരിക്കും. അതാണ് നമ്മൾ സിമിലർ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ. കോമൺ ഇന്റൻഷൻ എന്ന് പറഞ്ഞാൽ അവിടെ പ്രീ അറേഞ്ച്ഡ് പ്ലാൻ, അതുപോലെ തന്നെ എന്താണ് പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ്. ആ ഇന്റൻഷൻ അവിടെ എല്ലാവരും തമ്മിൽ ഷെയർ ചെയ്തിരിക്കണം. അത് ഒരുപാട് മുന്നേ വേണമെന്ന് നിർബന്ധമില്ല, ഓൺ ദ സ്പോട്ടിൽ വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് കോമൺ ഇന്റൻഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഉണ്ടാക്കാൻ പറ്റും. പിന്നെ അടുത്തൊരു കേസ് പോസ്റ്റ് മാസ്റ്റർ മർഡർ കേസ് അല്ലെങ്കിൽ ബരേന്ദ്രകുമാർ ഘോഷിന്റെ കേസ്. ഓക്കെ, അത് ഓർത്തിരിക്കാം. അയാൾ എന്താണ് ആ സമയത്ത് അതിൽ അക്യൂസ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഗോഡായിട്ട് ആക്ട് ചെയ്ത്, ഗോഡായിട്ടില്ല ഗാർഡായിട്ട്, അതെന്താ മറ്റുള്ളവർ കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇയാൾ ആരെങ്കിലും വരുന്നുണ്ടോ അങ്ങനെ ഒരു ഇതായിട്ട് നിൽക്കുമായിരുന്നു. അപ്പൊ എന്താണ്, ഈവൻ ആ മിയർ പ്രസൻസ് തന്നെ എന്ത് ചെയ്തു, അവിടെ അയാളെ കൺസ്ട്രക്ട്ലി അയാളെ ലൈബിൾ ആക്കുകയാണ് ചെയ്യുന്നത്, ജോയിന്റ് ലൈബിലിറ്റിയിൽ വരും. പക്ഷേ അടുത്ത കേസ് വസന്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയുടെ കേസിൽ കോടതി വേറൊരു രീതിയിലാണ് അത് പറഞ്ഞിട്ടുള്ളത്. അതായത് 3 clause 5 അനുസരിച്ച് അല്ലെങ്കിൽ കോമൺ ഇന്റൻഷൻ അനുസരിച്ച് ഓവേർട്ട് ആക്ടിന്റെ നിർബന്ധമില്ല. എന്നിട്ട് മിയർ സ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഗാർഡ് ചെയ്യുന്നതൊക്കെ എന്താണ് ഈ പറയുന്ന കോമൺ ഇന്റൻഷനിൽ വരും എന്ന് പറയാം. പക്ഷേ വസന്ത് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കർണാടകയിൽ കോടതി വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. അതായത് ഈ പറയുന്ന പാസീവ് സ്റ്റാൻഡിങ് അല്ലെങ്കിൽ മിയർ പ്രസൻസ് മാത്രം പോരാ, അത് എന്ത് ചെയ്തിരിക്കണം, പ്രോസിക്യൂഷൻ ക്ലിയർ ആയിട്ട് അത് പ്രൂവ് ചെയ്തിരിക്കണം. ലൈക്ക് മിയർലി ബീങ് എ ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ പാസീവ് സ്പെക്ടേറ്റർ അല്ലെങ്കിൽ എന്താണ് ആ ലൊക്കേഷനിൽ ഉണ്ടായിരുന്നു എന്ന് വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് അയാൾക്ക് കോമൺ ഇന്റൻഷൻ ഉണ്ടെന്ന് പറയാൻ പറ്റത്തില്ല. സോ എന്ത് ചെയ്തിരിക്കണം, അത് പ്രോസിക്യൂഷൻ ക്ലിയർ ആയിട്ട് കോൺക്രീറ്റ് എവിഡൻസ് വെച്ച് എന്ത് ചെയ്തിരിക്കണം, അത് പ്രൂവ് ചെയ്തിരിക്കണം അയാൾക്ക് അതിനുള്ള ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന്. ഫോർ എക്സാമ്പിൾ, അതായത് ഒരു റൂമിൽ അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കുണ്ടാക്കുന്ന വെച്ചോ, ഒരു തേർഡ് പേഴ്സൺ ബ്രദർ ആരെങ്കിലും ആട്ടെ ആ വേറൊരു മുറിയിൽ നിന്ന് TV കാണുന്നു. സോ ഇവർ തമ്മിലുള്ള വഴക്കിനിടയ്ക്ക് ഭർത്താവ് ഭാര്യയെ കൊല്ലുകയാണ്. പക്ഷെ ഇയാൾ ഇതൊന്നും അറിയുന്നില്ല, പക്ഷെ ഇയാളുടെ പ്രസൻസ് അവിടെ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എന്താ ആ ഒരു പ്രസൻസ് വെച്ച് മാത്രം എന്ത് ചെയ്യാൻ പറ്റില്ല, ആ തേർഡ് പേഴ്സണ് ഇതിനകത്ത് കോമൺ ഇന്റൻഷൻ ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഇൻ കേസ് ആ ഭാര്യ രക്ഷപ്പെടാൻ അനുവദിക്കാതെ ഇയാളെ പുറത്ത് ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുക, അല്ലെങ്കിൽ വെളിയിൽ നിന്ന് ആരും സഹായിക്കാൻ വരാതെ ഇയാൾ തടസ്സമായിട്ട് നിൽക്കുക, അങ്ങനെയൊക്കെ ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാൻ, വേറെ ഒന്നും ചെയ്യുന്നില്ല, അവിടെ ഇങ്ങനെ തടസ്സമായിട്ട് നിൽക്കുന്നേ ഉള്ളൂ. സോ ആ ഒരു പ്രസൻസ് എന്ത് ചെയ്യാൻ നമുക്ക് കോമൺ കൺസ്ട്രക്റ്റീവ് ലയബിലിറ്റി നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അത് പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇമ്പോർട്ടന്റ് ആണ് കോമൺ ഇന്റൻഷൻ. MCQസിനൊക്കെ സ്ഥിരം ചോദിക്കുന്ന ഒരു ഏരിയ ആണ് കോമൺ ഇന്റൻഷൻ അൺലോഫുൾ അസംബ്ലി എന്ന് പറഞ്ഞ ഈ ഒരു ഡിഫറൻസ് നിങ്ങൾ ഓർത്തിരിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഒരു മാച്ച് ദ ഫോളോയിങ് ആണ് നോക്കാം. ഓക്കെ, ഇതിൽ കേസസ് ഏത് ഏരിയ ആയിട്ടാണ് റിലേറ്റ് ചെയ്ത് നോക്കാം. KM നാനാവതി വാസ് എ സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്ര എന്ന് പറഞ്ഞാൽ ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷൻ, അതിൽ വരുന്ന പ്രൈവറ്റ് ഡിഫൻസിലെ ഒരു എക്സെപ്ഷൻ, ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിൽ വരുന്ന ഒരു എന്താണ് ഒരു കേസാണ് KM നാനാവതി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് മഹാരാഷ്ട്രയുടെ കേസ്. ഓക്കെ, കൾപ്പബിൾ. ദെൻ വിർസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിന്റെ കേസ്, വിർസിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിന്റെ കേസ് വരുന്നത് ആക്ച്വലി അത് മർഡറിലാണ്. ദെൻ ബരേന്ദ്രകുമാർ വേഴ്സസ് കിങ് എംബ്രാന്റെ കേസ്, ഓക്കെ, ക്രിമിനൽ കോൺസ്പിറസി അതിൽ വരും. Then Sham Bihari was the state of UP Dacoity. Okay. KM നാനാവതിയുടെ കേസ് ഓർത്തിരിക്കുക. ഗ്രേവ് ആൻഡ് സഡൻ പ്രൊവോക്കേഷനിൽ ഇമ്പോർട്ടന്റ് ആണ്. കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡർ, അതിൽ എക്സെപ്ഷൻസിലൊക്കെ നമ്മൾ പറയില്ലേ, ഇമ്പോർട്ടന്റ് കേസ് ആണ് KM നാനാവതിയുടെ കേസ്. പ്രൈവറ്റ് ഡിഫൻസ് അല്ല, ഞാൻ അറിയേണ്ട പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞ, സോറി. ഓക്കെ, ദെൻ അണ്ടർ സെക്ഷൻ 23 ഓഫ് ദി BNS, involuntary intoxication is a valid defense. What threshold must be proven regarding the intoxicating substance? അതായത് ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത് ഒരു വാലിഡ് ഡിഫൻസ് ആണ്. എപ്പോഴാണ് അത് വാലിഡ് ഡിഫൻസ് ആവുന്നതെന്നാണ് ക്വസ്റ്റ്യൻ. ഇറ്റ് വാസ് കൺസ്യൂം ടു എലിവേറ്റ് എ മെഡിക്കൽ ഇൽനസ്, മെഡിക്കൽ അതായത് മെഡിക്കൽ ആണെങ്കിൽ
then it was administered to the person without their knowledge or against their will. അവരുടെ നോളജോ വില്ലോടോ കൂടി അല്ലാണ്ട് അത് ഉള്ളിൽ പോവാണെങ്കിലോ. It was highly potent and caused temporary physical paralysis. Then it was consumed under peer pressure during social gathering. അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലോ. സോ ഇതിൽ ഏതാണ് നമുക്ക് പറയാൻ പറ്റുന്നത്? ബി അല്ലേ? അതായത് ഇറ്റ് വാസ് അഡ്മിനിസ്ട്രേറ്റ് ടു ദ പേഴ്സൺ വിത്തൗട്ട് ദെയർ നോളജ്, അല്ലെങ്കിൽ അയാളുടെ അനുവാദമോ അയാളുടെ അറിവോടോ അല്ലാണ്ടോ എന്താണ് അത് ഉള്ളിൽ പോകുമ്പോഴാണ് അത് നമുക്കൊരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റുന്നത്, ഈ പറയുന്ന ഇൻടോക്സിക്കേഷൻ എന്ന് പറയുന്നത്. സി അതിൽ ഒരു വേറൊരു അടുത്ത സെക്ഷൻ 24 വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട്. സി സെക്ഷൻ 23 BNSന്റെ ഗ്രാൻസ് എ കംപ്ലീറ്റ് ഡിഫൻസ് ഇഫ് ദി ഇൻഡിവിജ്വൽ വാസ് ഇൻകാപ്പബിൾ ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ് ദർ ആക്ഷൻ ഡ്യൂ ടു ഇൻടോക്സിക്കേഷൻ പ്രൊവൈഡഡ് ദ ഇൻടോക്സിക്കേറ്റ് സബ്സ്റ്റൻസ് വാസ് ഫോഴ്സ്ഡ് അപ്പോൺ ദം ഓർ ഗിവൺ ഡിസെപ്റ്റീവ്ലി, അതായത് അവരറിയാതെയോ ഇല്ലാതെയാണ് കൊടുക്കുന്നെങ്കിൽ എന്താ നമുക്കൊരു കംപ്ലീറ്റ്, അതായത് ആ ചെയ്യുന്ന സമയത്ത് ആൾക്ക് വെദർ ഇറ്റ് ഈസ് റൈറ്റ് ഓർ റോങ് എന്നറിയത്തില്ല എങ്കിൽ അതൊരു കംപ്ലീറ്റ് ഡിഫൻസ് തന്നെയാണ്. 24 പറയുന്നുണ്ട്, ഇനി ഇൻ കേസ് അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഉള്ളിൽ പോയിട്ടുള്ളത് എങ്കിലും ഒരു പർട്ടിക്കുലർ ഇന്റന്റ്, അതായത് ഒരു പെർട്ടിക്കുലർ ഇന്റന്റ് അവിടെ ഇല്ല എങ്കിൽ നമുക്ക് അതും ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാ പറയുന്നത്, ദ ലോ ഇസ് എ വൈറ്റൽ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ നോളജ് ആൻഡ് പെർട്ടിക്കുലർ ഇന്റന്റ് വെൻ ഡിറ്റർമിനിങ് ദി ലയബിലിറ്റി ഓഫ് എ വോളണ്ടറി ഇൻടോക്സിക്കേറ്റഡ് പേഴ്സൺ. അത് മനഃപൂർവ്വമാണ് അയാൾ കഴിച്ചിട്ടുള്ളത് എങ്കിലും എന്താണ് അവിടെ ഒരു പ്രത്യേക നോളജ് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഇന്റന്റ് ആവശ്യമാണെന്ന് അതിൽ പറയുന്നുണ്ട് എങ്കിൽ, അങ്ങനെ പെർട്ടിക്കുലർ ഇന്റന്റ് അവിടെ ഇല്ല എങ്കിൽ ഈ പറയുന്ന വോളണ്ടറി ഇൻടോക്സിക്കേഷൻ നമുക്ക് ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റും. അതാണ് സബ്ജക്റ്റീവ് നോളജ്. അതവിടെ പറയുന്നത്, ദാറ്റ് ഈസ് വൈൽ സ്റ്റാൻഡേർഡ് നോളജ് ഈസ് ഓട്ടോമാറ്റിക്കലി പ്രിസ്യൂം, നമ്മൾ ഓൾറെഡി പറഞ്ഞു ബൈ ലോ, എ പെർട്ടിക്കുലർ ഇന്റന്റ് is not automatically presumed and must be independently proven by the prosecution based on the fact of the case. ആ ഫാക്ട് ഓഫ് ദി കേസ് വെച്ച് എന്തിരിക്കണം, അവിടെ പെർട്ടിക്കുലർ ഇന്റൻഷൻ ഉണ്ടായിരുന്നു എന്ന് എന്ത് ചെയ്തിരിക്കണം, പ്രോസിക്യൂഷൻ അത് പ്രൂവ് ചെയ്തിരിക്കണം. ഓക്കെ, അതാണ് നമ്മുടെ ബസ്ദേവ് വേഴ്സസ് പപ്സുവിന്റെ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫേമസ് കേസാണ് ഈ പറയുന്ന ഇൻടോക്സിക്കേഷനിൽ. അദ്ദേഹം കുടിച്ചിട്ട് എന്ത് ചെയ്യുന്നു, കല്യാണ വീട്ടിൽ പോകുന്നു, അവിടെ നിന്ന് കുട്ടിയോട് ഫുഡ് കഴിക്കാൻ നേരത്ത് മാറാൻ പറഞ്ഞത് കുട്ടി മാറാത്തോണ്ട് എന്ത് ചെയ്തു, ഗൺ എടുത്ത് ഷൂട്ട് ചെയ്യാണ് ചെയ്യുന്നത്. സോ ഇവളെ കോടതിയിൽ ഡിഫെൻഡ് ചെയ്തത് പുള്ളി ഭയങ്കരമായിട്ട് ഇൻടോക്സിക്കേറ്റഡ് ആയിരുന്നു, അത് ചെയ്ത് എന്താണെന്നൊന്നും പുള്ളിക്ക് അറിയത്തില്ലായിരുന്നാണ് പറഞ്ഞത്. പക്ഷെ ഫാക്ട് ഓഫ് ദി കേസ് എല്ലാം അനലൈസ് ചെയ്ത് കോടതി പറഞ്ഞെന്ന് പറഞ്ഞാൽ ഈവൻ ആ ഒരു പോയിന്റ് ബ്ലാങ്കിൽ ആ കുട്ടീനെ ഷൂട്ട് ചെയ്യാൻ അറിയായിരുന്നു. അപ്പൊ അയാൾക്ക് അതിന്റെ ലീഗൽ കോൺസിക്വൻസ് എല്ലാം അറിഞ്ഞതുകൊണ്ടാണ് അയാൾ അങ്ങനെ ചെയ്തത്. അല്ലെങ്കിൽ അതുപോലെ ഒറ്റയ്ക്ക് നടന്നു പോകാൻ കുറെ കാര്യങ്ങൾ കോടതി അവിടെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. തനിയെ കല്യാണ വീട്ടിൽ നടന്നു വന്നു, ഫുഡ് കഴിക്കാനിരിക്കുന്നു, അതുപോലെ മാറാൻ പറയുന്നു, ഇതൊക്കെ അങ്ങനെ പല പല കാര്യങ്ങളിലും എന്താണ് പുള്ളിയുടെ ആ ഒരു ബോധം ഉണ്ടായിരുന്നുള്ള ഒരു പ്രൂവ്, ഇങ്ങനെ ഓരോ കാര്യങ്ങളും കോടതി അനലൈസ് ചെയ്തിട്ടാണ് കൾപ്പബിൾ ഹോമിസൈഡ് നോട്ട് അമൗണ്ടിങ് ടു മർഡറിൽ അയാളെ ലൈബിൾ ആക്കുകയാണ്. ഓക്കെ, ബസ്ദേവ് വേഴ്സസ് പപ്സുവിന്റെ കേസ് ഇമ്പോർട്ടന്റ് ആണ് ഇൻടോക്സിക്കേഷനിൽ. The next question, a person of his own accord joins a notorious gang of dacoits knowing their violent character. Later he is forced by his gang leader under threat of beating to keep watch during a robbery. Is he protected under 32 BNS? See, 32 BNS എന്താണെന്ന് അറിയാലോ, എക്സിറ്റ് മർഡറിനും ഒഫൻസസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റിനും അതൊരു എക്സെപ്ഷൻ ആണ്. അവിടെ ഈ പറയുന്ന ത്രെറ്റ് എന്തുണ്ടെന്ന് പറഞ്ഞാലും എന്ത് ചെയ്തില്ല, ഇത് അപ്ലൈ ചെയ്യത്തില്ല. പക്ഷേ ബാക്കിയുള്ള കേസ്, ഇൻ കേസ് അവിടെ ഇൻസ്റ്റന്റ് ഡെത്ത് കോസ് ചെയ്യുന്ന ഒരു ഫിയർ ഉണ്ടാകുന്ന വെച്ചാൽ ഇപ്പൊ ലൈക്ക് എന്താ ഒരാളെ കൊണ്ട് കൊല്ലും എന്നുള്ള ഒരു പേടിക്ക് പുറത്ത്, അതായത് ഒരു ഗണ്ണിൽ നിർത്തിക്കൊണ്ട് അയാളോട് ഇത് ചെയ്യുക, അല്ലെങ്കിൽ റോബറി ചെയ്യൽ, ഇത് പൊളിക്കുക, അത് ഇത് ചെയ്യുന്നൊക്കെ പറയുന്നത് കഴിഞ്ഞാൽ അയാൾ അത് ചെയ്ത് കഴിഞ്ഞാൽ അതിലൊക്കെ ഒരു ഡിഫൻസ് ആയിട്ട് എടുക്കാൻ പറ്റില്ല. കാരണം ഫിയർ ഓഫ് ഇൻസ്റ്റന്റ് ഡെത്തിലാണ് അയാൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ ഇതുള്ളത് എന്താണ്, അത് ഒഫൻസസ് അഗൈൻസ്റ്റ് സ്റ്റേറ്റും ആവാൻ പാടില്ല, മർഡർ കമ്മിറ്റ് ചെയ്യാനും ആവാൻ പാടില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ചോദിക്കുന്നത്, ഇപ്പൊ അയാൾ ഗാങ് ഓഫ് ഡക്കോയിറ്റ് എന്ന് അയാളുടെ ഒരു വയലന്റ് ക്യാരക്ടർ അറിഞ്ഞുകൊണ്ട് അയാൾ ആ ഗാംഗിൽ ജോയിൻ ചെയ്തതാ. അപ്പൊ എന്താണ് ഇവിടെ അപ്ലൈ ചെയ്യത്തില്ല. അതും എന്ത് ചെയ്യുന്ന നമ്മുടെ സെക്ഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതെന്താ, അയാളെ തന്നെ അതിലകത്ത് ഹി ഹിംസെൽഫ് പ്ലേസ്ഡ് എന്ത് ചെയ്യുന്നു, ആ സിറ്റുവേഷനിൽ അയാളെ തന്നെ അതിൽ പ്ലേസ് ചെയ്ത് അയാൾ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ആ ഒരു ഗാംഗിൽ എൻ്റർ ചെയ്യുന്നത്. എന്നിട്ട് എന്ത് ചെയ്യുന്നു, അവർ ഇങ്ങനെ ചെയ്യുമെന്ന് പേടിച്ച് അയാൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ ലയബിൾ ആയിരിക്കും. അയാള് 32 പ്രകാരം അയാൾ പ്രൊട്ടക്റ്റഡ് അല്ല. നോ, ബിക്കോസ് he voluntarily placed himself in that situation and the threat was not of instant death അല്ല. ഓക്കെ, അപ്പൊ 32 പ്രകാരം അയാൾക്ക് ഒരിക്കലും ആ ഒരു പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല. 32ന്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട് MCQ. ഓക്കെ, നിങ്ങൾ എന്തായാലും ഉറപ്പായിട്ട് അത് കൃത്യമായിട്ട് വായിച്ചുകൊണ്ട് പോകണം. അതിൽ എക്സെപ്ഷൻസും പറയുന്നുണ്ട്. ഓക്കെ, the next question, A sees an angry mob chasing a person to kill them. The mob mistakenly thinks A is helping the victim and turns to attack A. A fires his gun to the crowd to save his life, accidentally killing an innocent child in the mob. What is A's liability? അതായത് അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് അയാൾ ആ മോബിലേക്ക് ഷൂട്ട് ചെയ്യുന്നത്.
ലയബിൾ ആണോ ഇല്ലയോ, അപ്പൊ അതിൽ കുഞ്ഞു മരിക്കുകയാണ്, അയാൾ ലയബിൾ ആണോ ഇല്ലയോ എന്നാണ് ക്വസ്റ്റ്യൻ. സോ അതായത് എന്താണ്, is guilty of murder അല്ല, is guilty of culpable homicide no, has committed no offense under section 44 of BNS. കൃത്യമായിട്ട് പറയുന്നില്ലേ, അതായത് എന്താണ് റിസ്ക് ഓഫ് കോസിങ് ഇന്നസെന്റ് ഹാം കോസ് ചെയ്യുമെന്ന് അറിഞ്ഞുകൊണ്ട് അവൾ ചെയ്യുന്നതാണ്. കാരണം എന്താ, അയാളുടെ ലൈഫ് അയാൾ പ്രൊട്ടക്ട് ചെയ്യാണ്. സോ അത് എന്താണ്, പ്രൈവറ്റ് ഡിഫൻസ് ആണ്, അത് ഇറ്റ്സ് നോട്ട് ഒഫൻസ്. So section 44 of BNS governs the right of private defense against a deadly assault where there is a risk of harm to an innocent person. So if the defender faces a direct threat of death and has no choice but to fire ചെയ്യണമായിരുന്നു. So they are completely exempt from liability for accidental harm to a bystander. Then instigate ഇവിടെ ഉണ്ടായിരുന്നു, A instigate B to burns Z house. ഓക്കെ, ഇത് നമ്മുടെ ഇല്ലസ്ട്രേഷൻസിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. Then B set fire to the house and at the same time commits theft to the property there. A എന്ത് ചെയ്തു, ഇസഡിനെ അബേറ്റ് ചെയ്യാണ് ഹൗസ് കത്തിക്കാൻ വേണ്ടിയിട്ട്. അയാളത് കത്തിച്ചു, അത് കഴിഞ്ഞിട്ട് എന്ത് തെഫ്റ്റും കമ്മിറ്റ് ചെയ്യുന്നു. സോ ഇവിടെ എയുടെ ലൈബിലിറ്റിയാണ് ചോദിക്കുന്നത്. A is guilty of theft by setting fire to the house. A is guilty of committing theft by setting fire to the house ആണോ? The A is guilty of abating the burning of house because it was committed during the same transaction. A though guilty of abating the burning of house is not guilty of abating the theft. Okay, abate ഈ burning house abate ചെയ്യാൻ ചെയ്തു, പക്ഷെ theft അയാൾ abate ചെയ്തിട്ടില്ല, അതുകൊണ്ട് അതിനുള്ള ലയബിൾ അല്ല. A is neither guilty of abating the burning of house nor theft because both were distinct act. അതെന്തായാലും അല്ല. സോ ഇവിടുത്തെ ആൻസർ എന്ന് പറഞ്ഞാല് എന്താണ്, ദോ ഗിൽറ്റി ഓഫ് അബേറ്റിംഗ് ദ ബേണിംഗ് ഓഫ് ഹൗസ്, അയാള് ബേണിംഗ് ഓഫ് ഹൗസ് അബേറ്റ് ചെയ്തിട്ടുണ്ട്, അയാള് ലയബിൾ ആയിരിക്കും. പക്ഷേ ഈസ് നോട്ട് ഗിൽറ്റി ഓഫ് അബേറ്റിംഗ് തെഫ്റ്റ് അബേറ്റ് ചെയ്തിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ഒരു പ്രോബബിൾ കോൺസിക്വൻസ് ഉണ്ടോ ഇല്ലയോ എന്നാണ് നമ്മൾ അവിടെ നോക്കുന്നത്. അതായത് അയാൾ അബേറ്റ് ചെയ്ത സാധനവും രണ്ടാമത് അയാൾ സെക്കൻഡ് ആയിട്ട് ചെയ്ത ഒരു ക്രൈമും തമ്മിൽ ഒരു പ്രോബബിൾ കോൺസിക്വൻസ്, അതിന്റെ ഭാഗമായിട്ടാണ് പ്രോബബിൾ കോൺസിക്വൻസ് ഉണ്ടോ എന്നാണ് അവിടെ കോടതി ചെക്ക് ചെയ്യുന്നത്. അങ്ങനെ ഇല്ല എങ്കിൽ രണ്ടും രണ്ട് ആക്ട് തന്നെയാണ്. അപ്പൊ അയാൾ എന്താണ് ചെയ്തത്, ബേണിംഗ് ഹൗസ്, അതായത് വീട് കത്തിക്കാൻ വേണ്ടി അബേറ്റ് ചെയ്തതിൽ മാത്രമായിരിക്കും അയാൾ ലയബിൾ ആവുന്നത്. സോ an abater is only liable for an unintended second crime if that crime was probable, natural or foreseeable consequence of the initial instigation. അതിന്റെ ഭാഗമായിട്ട് നടക്കുന്ന അയാൾക്ക് ഫോർസിബിൾ ആണോ അല്ലെങ്കിൽ പ്രോബബിൾ കോൺസിക്വൻസ് ഉണ്ട് എങ്കിൽ മാത്രമേ അയാൾ ലയബിൾ ആവത്തുള്ളൂ. ഓക്കെ, then which section defines criminal conspiracy? സെക്ഷൻ 61 ആണ് ക്രിമിനൽ കോൺസ്പിറസി ഡിഫൈൻ ചെയ്യുന്നത്. ഇമ്പോർട്ടന്റ് ആണ് ക്രിമിനൽ കോൺസ്പിറസി. ഓക്കെ, അതായത് 2 or more persons, ഇതിൽ രണ്ടോ അതിൽ കൂടുതൽ ആൾക്കാർ, ഇതും ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. 2 or more persons, ഓക്കെ, 2 or more persons agree to do or cause to be done or cause to be done an illegal act or a legal act by illegal means. ഇത് ഓർത്തിരിക്കണം നിങ്ങൾ. അതായത് ഒന്ന് എന്താണ്, കോൺസ്പയർ ചെയ്യാൻ എന്തിനു വേണ്ടിയിട്ടാണ്, ഒരു ഇല്ലീഗൽ ആക്ട് കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി, അല്ലെങ്കിൽ ഒരു ലീഗൽ ആക്ട് ഇല്ലീഗൽ മീൻസിലൂടെ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി. അവിടെ എന്താണ് 2 or more persons, അത് ഓർത്തിരിക്കുക. ദെൻ അപ്പോൾ സിംഗിൾ ഇൻഡിവിജ്വൽ കനോട്ട് കോൺസ്പയർ ദംസെൽസ്, സ്വന്തമായിട്ട് കോൺസ്പയർ ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പൊ എന്താണ് 2 or more persons ഉണ്ടായിരിക്കണം. അപ്പൊ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് നെസസറി ആണ് അവിടെയും. ഓക്കെ, മീൻസ് മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് നെസസറി ആണ്. ആൻഡ് there must be a shared common object. There must be a shared common object or unity of purpose to execute the plan. അതാണ് ഞാൻ പറഞ്ഞത്, പ്രയർ മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഉണ്ടായിരിക്കണം. അതായത് ഈ എഗ്രിമെന്റ് ആണ് എന്താണ് അവിടുത്തെ ഈ ക്രിമിനൽ കോൺസ്പിറസിയുടെ ജിസ്റ്റ്, അതായത് ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറഞ്ഞാൽ ഈ എഗ്രിമെന്റ് ആണ്. ഓക്കെ, the agreement must do an illegal act, അല്ലെങ്കിൽ ലീഗൽ ആക്ട് ഇല്ലീഗൽ മീൻസിൽ ചെയ്യാനായിരിക്കും ആ എഗ്രിമെന്റ് എന്ന് പറഞ്ഞാൽ. എന്താണ്, ഇപ്പൊ സപ്പോസ് ഇല്ലീഗൽ ആക്ട് ചെയ്യുന്നതിനാണെങ്കിൽ എന്താണ്, അവിടെ ആ എഗ്രിമെന്റ് മാത്രം മതി അവരെ ലയബിൾ ആക്കാം. എന്നാൽ ലീഗൽ ആക്ട് ഇല്ലീഗൽ മീൻസിലൂടെ ചെയ്യാനാണെങ്കിൽ എഗ്രിമെന്റ് മാത്രം പോരാ, അവിടെ ഒരു ഓവർട്ട് ആക്ട് കൂടെ ഉണ്ടായിരിക്കണം. ആ ആക്ട് അവർ ചെയ്തിട്ടുണ്ടാവണം. ലൈക്ക് എന്താ പറയാ, if agreement is to commit an actual criminal offense like theft or murder or എന്തോ ആണെങ്കിലും ആ എഗ്രിമെന്റ് മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, it's alone completes the crime. No physical action is needed. However, if the agreement targets a non-criminal, അതായത് ഇല്ലീഗൽ അല്ലാത്ത ലീഗൽ ആയിട്ടുള്ള ചെയ്യാനാണ് എങ്കിൽ അറ്റ്ലീസ്റ്റ് one conspirator must perform an open physical act in portions of it. അവിടെ വോട്ട് ആക്ട് നിർബന്ധമാണ്. എന്താണ്, ലീഗൽ ആക്ട് ഇല്ലീഗൽ മീൻസിലൂടെ ചെയ്യുന്നത്. അപ്പൊ അത് രണ്ടും ഡിഫറൻസ് ഉണ്ട്, ഓർത്തിരിക്കുക. അപ്പൊ 2 or more persons ഉണ്ടായിരിക്കണം, എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എഗ്രിമെന്റ് ആണ് ഇതിന്റെ ഇമ്പോർട്ടന്റ് എലമെന്റ് എന്ന് പറയുന്നത്. എഗ്രിമെന്റ് അതായത് ഇല്ലീഗൽ ആക്ട് ചെയ്യാനാണെങ്കിൽ എന്താണ്, ആ എഗ്രിമെന്റ് മാത്രം മതി, അത് ക്രൈം കംപ്ലീറ്റ് ആവുന്നുണ്ട്. ബട്ട് എന്താണ്, ലീഗൽ ആക്ട് ഇല്ലീഗൽ മീൻസിലൂടെ ചെയ്യാനാണെങ്കിൽ ആ ഒരു എഗ്രിമെന്റ് മാത്രം പോരാ, അവിടെ ഓവർട്ട് ആക്ട് ഉണ്ടായിരിക്കണം. ഓക്കെ,
Then under section 61 clause 2 ഇത് ഇമ്പോർട്ടന്റ് ആണ്, ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. പണിഷ്മെന്റ് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, മുൻസിപ്പൽ എക്സാമിനൊക്കെ സമയത്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. സോ എന്താണ് സീരിയസ് ഒഫൻസ്, ഇപ്പൊ മൈനർ ഒഫൻസിലേക്ക് പോകാം. മൈനർ ഒഫൻസ് ആണെങ്കിൽ എന്താണ് 6 months ഓഫ് ഇംപ്രസ്മെന്റ് ആൻഡ് ഫൈൻ ഓർ വിത്ത് ബോത്ത്. ഓക്കെ, 6 months ഓഫ് ഇംപ്രസ്മെന്റ് ഫൈൻ ഓർ വിത്ത് ബോത്ത്. പക്ഷെ എന്താണ് സീരിയസ് ഒഫൻസ് ആണെങ്കിൽ ലൈക്ക് പണിഷബിൾ ബൈ ഡെത്ത്, ലൈഫ് ഇംപ്രസ്മെന്റ് ആണെങ്കിൽ എന്താണ് 2 years or more and the conspirators punished in the same manner if they were abated the offense. Okay, then 61 criminal conspiracy important ആണ്, ഓർത്തിരിക്കുക. Then actus me invito factus non est meus actus. ഇതെന്താണ് ഉദ്ദേശിക്കുന്നത്? ഇറ്റ് മീൻസ് ഈ മാക്സിംസ് ഒക്കെ നിങ്ങൾ നോക്കി വെച്ചേക്കണം കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. വായിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, പക്ഷേ എങ്കിൽ കൂടി മാക്സിംസ് ഇമ്പോർട്ടന്റ് ആണ്. മാക്സിംസും ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉള്ള ഏരിയ ആണ്. നമ്മൾ ചിലപ്പം വേറെ ആക്ടിൽ ഇത് ഉണ്ടാവില്ലല്ലോ മാക്സിംസ് ഒന്നും. സോ മാക്സിംസ് കൂടെ നിങ്ങൾ നോക്കിയിട്ട് പോകണം. ഇതിന്റെ ആക്ട് എന്ന് പറഞ്ഞാൽ ആക്ട് ഡൺ ബൈ മീ അഗെയിൻസ്റ്റ് മൈ വിൽ ഈസ് നോട്ട് മൈ ആക്ട്. നമ്മൾ സെക്ഷൻ 32 കാര്യങ്ങൾ പറഞ്ഞില്ലേ, അത് ത്രെട്ടൺ ചെയ്തൊക്കെ ആക്ട് ചെയ്യിപ്പിക്കുക എന്നുള്ളത്. സോ അതൊന്നും എന്താണ് ഞാൻ എന്റെ സമ്മതത്തോട് ചെയ്യാത്ത കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തല്ല എന്ന് പറയുന്നത്. സോ ഇറ്റ് മീൻസ് ദാറ്റ് ഇഫ് എ പേഴ്സൺ ഈസ് ഫോഴ്സ്ഡ്, ക്വയസ്ഡ്, നമ്മുടെ സെക്ഷൻ 32 നിങ്ങൾ ഓർത്താൽ മതി. സെക്ഷൻ 32 forced, coerced or compelled to do something under an immediate threat of death or severe harm, the law does not consider it to be their voluntary choice ആയിട്ട് law അതിനെ കണക്കാക്കത്തില്ല. Therefore, criminal liability is removed due to lack of genuine free will. മെൻസ്ട്രി ഇല്ല എന്ന് പറഞ്ഞിട്ട് ക്രിമിനൽ ലയബിലിറ്റി എന്ത് ചെയ്യാം, നമുക്ക് റിമൂവ് ചെയ്യും. ഓക്കെ, then to preserve one's life is generally speaking a duty, but it may be the plainest and highest duty to sacrifice. R versus Dudley and Stephen, ഈ കേസ് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. നമ്മൾ നെസസിറ്റിയുടെ കേസിൽ പഠിക്കുന്ന കേസാണ്. അതായത് കുറച്ച് പേര് എന്ത് ചെയ്തു, നമ്മൾ കടലിൽ അവർ പെട്ടുപോവാണ്. അപ്പൊ എന്ത് ചെയ്യും, ഒരു കുട്ടീനെ അവര് ഭക്ഷണവും വെള്ളവും ഒന്നും ഇല്ലാണ്ട് കുറേ നാൾ അവരെ കിടക്കുമ്പോൾ അതിലുണ്ടായിരുന്ന ഒരു കുട്ടീനെ അവർ കൊന്നു തിന്നുന്ന ഒരു കേസാണ്. സോ ഇവര് പറഞ്ഞത് നെസസിറ്റി നോസ് നോ ലോ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ, പക്ഷെ നെസസിറ്റി ആണെന്നാണ് അവരവിടെ ആർഗ്യൂ ചെയ്ത സംഭവം. പക്ഷെ എന്ത് നെസസിറ്റി ആണെങ്കിലും ഒരാളുടെ ലൈഫ് എടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഇതിലല്ല എന്ന് പറഞ്ഞൊരു കേസാണ് R വേഴ്സസ് ഡഡ്ലി ആൻഡ് സ്റ്റീഫൻസിന്റെ കേസ്. ഓക്കെ, നമ്മൾ നെസസിറ്റിയിൽ പഠിക്കുന്ന കേസാണ്. ഓക്കെ, കേസ് ഓർത്തിരിക്കുക. ഇപ്പൊ ഇൻസാനിറ്റിയുടെ കേസ് വരുമ്പോൾ നമ്മൾ മക്നോട്ടന്റെ കേസ് പറയുന്നു, ഇൻടോക്സിക്കേഷൻ വരുമ്പോൾ ബസ്ദേവ് വേഴ്സസ് പപ്സുവിന്റെ കേസ് പറയുന്നു. അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നെസസിറ്റിയുടെ കേസ് പറയുമ്പോൾ ഇത് നിങ്ങൾ ഓർത്തിരിക്കുക, ഡഡ്ലി വേഴ്സസ് സ്റ്റീഫൻസിന്റെ കേസ്, സോറി R വേഴ്സസ് ഡഡ്ലി ആൻഡ് സ്റ്റീഫൻസിന്റെ കേസ്. ഓക്കെ, ചില കേസുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ IPC അല്ല BNS. ഓക്കെ, which section provide for liability of abater when the abater is present when the act is committed? B. ഓപ്ഷൻ ബി ആണ് സെക്ഷൻ 54. ഓക്കെ, അതിലെന്താണ് പറയുന്നത്, അതായത് അയാൾ അവിടെ അത് അബേറ്റ് ചെയ്ത് സാധനം കമ്മിറ്റ് ചെയ്യുമ്പോൾ ആ അബേറ്ററുടെ പ്രസന്റ് ആണെങ്കിൽ അയാൾ തന്നെ അത് കമ്മിറ്റ് ചെയ്തിട്ട് നമ്മൾ പ്രസ്യൂമൻ ചെയ്യാറുണ്ട്. സോ അതും കൂടെ നിങ്ങൾ ഓർത്തിരിക്കുക. പ്രിസംഷൻ എന്താണ്? പ്രിസംഷൻ ആ അബേറ്റർ ലൈക്ക് എന്താണ്, ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്യുന്ന സമയത്ത് അബേറ്റർ അവിടെ പ്രസന്റ് ആണെങ്കിൽ എന്താണ് നമ്മൾ പ്രിസ്യൂം ചെയ്യുന്നത്, അബേറ്റർ ആ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത് നമ്മൾ പ്രിസ്യൂം ചെയ്യും. അതും കൂടെ ഓർത്തിരിക്കുക. X is charged for murder of Y. About a month before the murder, Y had attempt to rape the wife of X. X has an altercation with Y immediately before murder. X is അതായത് എന്ത് ചെയ്യുന്നു, X Y യെ കൊല്ലുന്നു. Then about a month ago Y had attempt to rape the wife of X. Xന്റെ വൈഫിനെ എന്ത് ചെയ്തു, റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയാണ് Y. X has an altercation with Y immediately before murder is. Okay, ഇവിടെ പ്രൈവറ്റ് ഡിഫൻസിന്റെ വെച്ച് ഓക്കെ പ്രൈവറ്റ് ഡിഫൻസ് അല്ല. ഓക്കെ, entitled to the benefit of right of private defense as a deceased had attempt to rape his wife. ഇതിൽ എന്തൊക്കെയോ ഒരു ടൈപ്പിംഗ് എറേഴ്സ് ഉണ്ട്. ഓക്കെ, the not entitled to right of private defense as the right of private defense was available to defend his own body alone. അത് എന്തായാലും തെറ്റാണ്. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്താണ്, അയാളുടെ ഇതിൽ മാത്രമല്ലല്ലോ, നമുക്ക് എന്ത് ചെയ്യാം, മറ്റൊരാൾക്ക് വേണ്ടി നമുക്ക് യൂസ് ചെയ്യാം. Entitled to benefit or right of private defense as deceased has attempt to rape his wife. കാരണം 1 month before നടന്ന കാര്യമാണ്, അവിടെ പ്രൈവറ്റ് ഡിഫൻസ് വരത്തില്ല. The not entitled to private defense since there was an interval of 1 month between attempted rape and murder. അത് കറക്റ്റ് ആണ്. പ്രൈവറ്റ് ഡിഫൻസ് അവിടെ അവൈലബിൾ അല്ലല്ലോ, കാരണം അറ്റംപ്റ്റ് ടു റേപ്പും മർഡറും തമ്മിൽ 1 month എന്ത് ചെയ്തു, ഡിഫറൻസ് ഉണ്ട്. Entitled right of private defense since he was provoked on seeking the deceased. അങ്ങനെ ഒരു ഇത് അവിടെ ഇല്ല. ഓക്കെ, പ്രൊവോക്കേഷൻ ഇല്ലല്ലോ.
ഇനി പ്രൈവറ്റ് ഡിഫൻസിന് ഇമ്പോർട്ടന്റ് കാര്യം നിങ്ങൾ ഓർത്തിരിക്കുക. റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഓഫ് ബോഡി കമൻസസ് ഓൺലി വെൻ റീസണബിൾ അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ ടു ദ ബോഡി എറേസസ് ആൻഡ് കണ്ടിന്യൂസ് ആസ് ലോങ് ആസ് ദാറ്റ് അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ പെർസിസ്റ്റ്. ഓക്കെ, ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയോ എറേഴ്സ് ഉണ്ട്. ഓക്കെ, നമുക്ക് അതുകൊണ്ട് അത് വിടാം. ജസ്റ്റ് എക്സ്പ്ലനേഷൻ ജസ്റ്റ് നോക്കാം. അതായത് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അവൈലബിൾ എപ്പോഴാണ്? നമ്മുടെ അപ്രിഹെൻഷൻ നമുക്ക് തുടങ്ങുന്നിടം തൊട്ട് അത് അവസാനിക്കുന്നിടം വരെയാണ്. അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ പേഴ്സൺസ് അത് എത്രത്തോളം തുടരുന്നോ അപ്പോൾ മാത്രമേ നമുക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഒരു കേസിൽ എന്ന് പറഞ്ഞാൽ അതായത് ഒരു വില്ലേജിൽ ഒരു ലാൻഡിൽ കുറെ ആൾക്കാരെന്ന് പണി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം അവർ പുറത്തുനിന്ന് വന്ന ആൾക്കാരാണ്, അതായത് ഈ ലാൻഡിൽ ജോലി ചെയ്യുന്ന ആൾക്കാർ. അപ്പൊ വില്ലേജസ് എന്താണ്, അതായത് നമ്മുടെ നാട്ടിൽ വേറെ പുറത്തുനിന്ന് വന്ന ആൾക്കാർ ജോലി ചെയ്യുന്നു പറഞ്ഞിട്ട് ഇവരെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വില്ലേജസ് ആ ലാൻഡിലേക്ക് എൻ്റർ ചെയ്യാണ്. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യും, ലാൻഡിൽ ജോലി ചെയ്യുന്നവരിൽ ഇവർ അടിക്കും അല്ലെങ്കിൽ ഉപദ്രവിക്കുന്നുള്ള ഇത് ഘട്ടം വന്നപ്പോൾ ഇവരെന്ത് ചെയ്തു, ഗണ്ണെടുത്ത് വില്ലേജസിനെ ഷൂട്ട് ചെയ്യണം. കുറെ പേര് രണ്ടുപേർക്ക് വെടിയേറ്റു. ബാക്കി വില്ലേജസ് ഓടി തിരിച്ച് രക്ഷപ്പെടുകയാണ്, ആ ലാൻഡ് വിട്ട് പോകാൻ ശ്രമിക്കുകയാണ്. അവരെ ഇയാൾ എന്ത് ചെയ്തു, ഷൂട്ട് ചെയ്തു. അപ്പൊ ഇവർ പറഞ്ഞത് പ്രൈവറ്റ് ഡിഫൻസ് ആണ്, അതായത് ഞങ്ങളെ ഉപദ്രവിക്കാൻ വന്നത്, കൊല്ലാൻ വന്ന ആൾക്കാരെ ഞങ്ങൾ ഷൂട്ട് ചെയ്തു. പക്ഷെ കോടതി ഇവിടെ പറഞ്ഞത് ശരിയാണ്, ആ 2 വില്ലേജസിന് നിങ്ങൾ കൊന്നു, അവിടെ നിങ്ങൾക്ക് റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് ഉണ്ട്, കാരണം നിങ്ങളെ ആക്രമിക്കാൻ വന്നതാണ്. ബട്ട് ഫ്ലീയിങ് വില്ലേജസിന്, അതായത് നിങ്ങൾ തിരിച്ച് ഓടിക്കൊണ്ടിരിക്കുന്ന വില്ലേജസിനെ നിങ്ങൾക്ക് പ്രൈവറ്റ് ഡിഫൻസിന്റെ ബേസ് നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല, കാരണം അവർ തിരിച്ചോടും. അവിടെ എന്താണ് ഈ പറയുന്ന അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ അവിടെ ഇല്ല. ഓക്കെ, അപ്രിഹെൻഷൻ ഓഫ് ഡേഞ്ചർ ഇല്ലാത്തടത്തോളം കാലം റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് അവിടെ യൂസ് ചെയ്യാൻ പറ്റത്തില്ല. അത് നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, റൈറ്റ് ഓഫ് പ്രൈവറ്റ് ഡിഫൻസ് എന്ന് പറഞ്ഞാൽ ആ സമയത്ത് നമ്മുടെ ആ ഡേഞ്ചർ തടയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത്, അതൊരു റിറ്റാലിയേഷൻ, അതൊരു റിവെഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആകാൻ പാടില്ല. ഓക്കെ, ഓർക്കുക. Then in order to avail the defense of section 26 BNS, act must be done in good faith for person's benefit and without any intention to cause death or to cause any harm as may result in death. Okay, act must be done with the consent of the sufferer, whether consent is express or implied. Act must be done in good faith and without intention to cause death, though it might be done with the intention such harm as may it result in death. കറക്റ്റ് അല്ലേ? അതായത് എന്താണ്, വിത്ത് ഇന്റൻഷൻ ഉണ്ടായില്ല. അതായത് ഗുഡ് ഫെയ്ത്തിന് ഓൾറെഡി ഞാൻ പറഞ്ഞു വിത്ത് കെയർ ആൻഡ് കോഷൻ ആണ്, ഡ്യൂ കെയർ ആൻഡ് കോഷൻ. സോ ഗുഡ് ഫെയ്ത്തിൽ വിത്തൗട്ട് ഇന്റൻഷൻ ടു കോസ് ഡെത്ത്, ദോ ഇറ്റ് മൈറ്റ് ഹാവ് ബീൻ ഡൺ വിത്ത് ഇന്റൻഷൻ. അതായത് ചിലപ്പോൾ ഹാം കോസ് ചെയ്യാന്നുള്ള ഇന്റൻഷൻ ചിലപ്പോൾ ഉണ്ടായിരിക്കും, നോളജ് ഉണ്ടായിരിക്കും. പക്ഷെ എന്താണ് അവിടെ ഗുഡ് ഫെയ്ത്തും അതുപോലെ വിത്തൗട്ട് ഇന്റൻഷൻ ടു കമ്മിറ്റ് ദാറ്റ് ക്രൈം, അല്ലെങ്കിൽ ഡെത്ത് ക്രോസ് ചെയ്യാനുള്ള ഇന്റൻഷൻ അവർക്ക് ഉണ്ടാവത്തില്ല. സോ ഓൾദോ ദർ ഹാവ് ബീൻ ഡൺ വിത്ത് ഇന്റൻഷൻ സച്ച് ഹാം ആസ് മേ റിസൾട്ട് ഇൻ ഡെത്ത്, ചിലപ്പോൾ എന്ത് ചെയ്യാതെ ഡെത്ത് കോസ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ടെന്നുള്ള ഇന്റൻഷനിലൂടെയാണ് അത് ചെയ്യുന്നതെങ്കിൽ കൂടിയും അവിടെ എന്താണ് ഗുഡ് ഫെയ്ത്തും വിത്തൗട്ട് ഇന്റൻഷൻ ടു കോസ് ഡെത്ത് ഉള്ളിടത്തോളം കാലം എന്താണ് നമുക്ക് ഈ 26ന്റെ പ്രൊട്ടക്ഷൻ കിട്ടും. ഓക്കെ, then the following are the essentials of an unlawful assembly. Unlawful assembly യുടെ essentials നോക്കാം. The object of assembly must be to resist the execution of any legal process. There must be more than 5 persons to constitute an unlawful assembly. Okay, then the object of the assembly must be to commit any mischief or criminal trespass or other offense. The object of the assembly may be overview by criminal force or show of criminal force, central or state government. Okay, the object of assembly must be to execution of an illegal process. അത് കറക്റ്റ് അല്ലേ? അൺലോഫുൾ അസംബ്ലിയുടെ ഒന്നാമത്തെ ഒരു എലമെന്റ് ആണത്. There must be more than 5 persons. More than 5 persons അല്ല, 5 or more persons എന്നാണ് പറയുന്നത്, അതുകൊണ്ട് അത് തെറ്റാണ്. Then the object of assembly must be to commit any mischief or criminal trespass or other offense. Correct ആണ്. Then the object of the assembly may be to overview by criminal force or show of criminal force, central or state government. Okay, ഇവിടെ ഇതാണ് തെറ്റ്. 1ഉം 2ഉം 1ഉം 1, 3 and 4 ആണ് കറക്റ്റ്. ഓക്കെ, C ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കുക, 5 or more person ആണ്, മോർ ദാൻ 5 persons എങ്ങും പറയുന്നില്ല. ഓക്കെ, അങ്ങനെ ചെറിയ മിസ്റ്റേക്സ് ആയിരിക്കും. Then 118 ഞാൻ ആ സെക്ഷൻ ചെയ്ത്. ഓക്കെ, 118 ആണ് അൺലോഫുൾ അസംബ്ലിയുടെ കാര്യം. അൺലോഫുൾ അസംബ്ലി ഓർത്തിരിക്കുക, മിയർ മെമ്പർഷിപ്പ് തന്നെ എന്താണ്, സബ്സ്റ്റാൻറ്റീവ് ഒഫൻസ് ആണ്. നമ്മുടെ 3 clause 5 ഇതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഇങ്ങനെ തന്നെയാണ്. ഓക്കെ, മിയർ മെമ്പർഷിപ്പ് മാത്രം മതി. അതുപോലെ കൺസ്ട്രക്റ്റീവ് ലൈബിലിറ്റി ഇവിടെയുണ്ട് അൺലോഫുൾ അസംബ്ലിയിൽ. കൺസ്ട്രക്റ്റീവ് ലൈബിലിറ്റി ദെൻ കോമൺ ഒബ്ജക്റ്റും കൂടി ഓർത്തു വെക്കുക. കോമൺ ഒബ്ജക്റ്റ്.
accused of murder alleges that by reason of unsoundness of mind, he did not know the nature of the act. എന്താണ് മർഡറിന്റെ അക്യൂസ്ഡ് എന്താണ് പറയുന്നത്? അയാൾ അൺസൗണ്ട്നെസ് ഓഫ് മൈൻഡ് ഡിഫൻസ് ആയിട്ട് പറയുന്നത് ഹി ഡിഡ് നോട്ട് നോ ദ നേച്ചർ ഓഫ് ദി ആക്ട്. ബർഡൻ ഓഫ് പ്രൂഫ് ആർക്കാണുള്ളതാണ്? ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദ പോലീസ് ആണോ? അല്ല. ദ ബർഡൻ ഓഫ് പ്രൂഫ് ഈസ് ഓൺ ദി അക്യൂസ്ഡ്. യെസ്, എന്താണ് ബർഡൻ ഓഫ് പ്രൂഫ് അക്യൂസ്ഡിനാണ്. കാരണം നമ്മൾ സെക്ഷൻ 108 BSA കൃത്യമായിട്ട് പറയുന്നുണ്ട് എന്താണ് ഏതെങ്കിലും ലൈക്ക് എന്താണ് നമ്മുടെ ജനറൽ എക്സെപ്ഷൻസ് ഈ പറയുന്ന അക്യൂസ്ഡ് പറയുവാണെങ്കിൽ എന്ത് ചെയ്യുക, അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്തം അല്ല. ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയുന്നത് അക്യൂസ്ഡ് തന്നെയാണെന്ന് സെക്ഷൻ 108 BSA ഭാരതീയൻ സാക്ഷി അധിനിയത്തിൽ പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ അത് പ്രൂവ് ചെയ്യേണ്ടത് ആരാണ്? അക്യൂസ്ഡ് തന്നെയാണ്. ദെൻ നോൺ കോമ്പോസ് മെന്റേഴ്സ്, ഇത് ഇമ്പോർട്ടൻ്റ് ആട്ടോ. നോൺ കോമ്പോസ് മെന്റേഴ്സ് എന്ന് പറയുന്നത് പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡിനെ ആണ് പറയുന്നത്. ഓക്കെ, പേഴ്സൺ ഓഫ് അൺസൗണ്ട് മൈൻഡ്. നോൺ കോമ്പോസ് മെന്റേഴ്സ് ഇസ് വെൽ നോൺ ലാറ്റിൻ ഫ്രേസ് that literally translate to not master of one's mind അല്ലെങ്കിൽ not of sound mind, unsound mind. The principle de minimis non curas lex 33 അത് സെക്ഷൻ 33. അത് ട്രൈവിയൽ ആക്ട്സിന് എന്ത് ചെയ്യല്ലോ നമ്മൾ ശ്രദ്ധിക്കാറില്ലേ? ഇപ്പോൾ അടിച്ചു പിച്ചി മാന്തി എന്നൊക്കെ നമ്മൾ പറയത്തില്ലേ? അപ്പൊ എന്താണ് അതൊന്നും, കാരണം അത് കൂടുതൽ എന്താണ് കേസസ് ഓവർ ബർഡൻ ആവാൻ. അപ്പൊ അതിലൊന്നും ലോ ഡസ് നോട്ട് കെയർ അബൌട്ട് ട്രൈഫിൾസ്. ഓക്കെ, അതിലൊന്നും ചെയ്യത്തില്ല. ഇറ്റ് മീൻസ് ദാറ്റ് ദ കോർട്ട് വിൽ നോട്ട് സ്പെൻഡ് ടൈം ഓർ റിസോഴ്സസ് പണിഷിംഗ് ആക്ട് ദാറ്റ് കോസ് മൈനർ ഓർ ഇൻസിഗ്നിഫിക്കന്റ് ഹാം. അതാണ് ഡി ആണ്. 33 ആണ്, ഓർത്തിരിക്കുക. ഓക്കെ, സെക്ഷൻ 33 de minimis non curas lex. Okay, then what new category does the BNS introduce related to small scale crime? Small scale crime കുറേ പരിപാടികൾ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട്. ഓർഗനൈസ്ഡ് ക്രൈം, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം, ഓക്കെ, സ്നാച്ചിങ്, അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇതിൽ ഏതാണ് ഈ പറഞ്ഞ സ്മോൾ സ്കെയിൽ ക്രൈമില്? പെറ്റി തെഫ്റ്റ് എന്നൊരു സംഭവം ഇല്ല. ദെൻ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം ഉണ്ട്. ഓക്കെ, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം ആണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, അപ്പൊ ഓർഗനൈസ്ഡ് ക്രൈം 111, ദെൻ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം അതോട് ഓർത്തിരിക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. വെയിറ്റ്, then according to section 101 of BNS, culpable homicide is murder. ഏത് വരുമ്പോഴാണ് culpable homicide murder ആവുന്നത്? The act by which death is caused is done with the intention of causing death. കറക്റ്റ് ആണ്. യെസ്, intention of causing death ഉണ്ട് അവിടെ. The act by which death is caused is done with the knowledge or causing such bodily injury as the offender knows to be likely to cause death of a person to whom the harm is caused. ഇത് ആക്ച്വലി culpable homicide തന്നെയാണ് അല്ലേ? കൾപ്പബിൾ ഹോമിസൈഡിന്റെ ആണ് ഈ പറയുന്നത്, കൾപ്പബിൾ ഹോമിസൈഡ്. അപ്പൊ അത് മർഡർ അല്ല, അത് കൾപ്പബിൾ ഹോമിസൈഡ് ആണ്. അവിടെ എന്താണ് ജസ്റ്റ് ആ നോളജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഓക്കെ, ഇഫ് ദ ആക്ട് ഈസ് ഡൺ, സോറി, ഇഫ് ദ ആക്ട് ബൈ വിച്ച് ഡെത്ത് ഈസ് കോസ്ഡ് ഈസ് ഡൺ വിത്ത് നോളജ് ഓർ കോസിംഗ് such bodily injury as the offender knows, okay, likely to cause death. Next, if the act by which death is caused is done with the intention of causing such bodily injury as is likely to cause death, okay, as is likely to cause death ആണ്, അതും എന്താണ് culpable homicide-ലെയാണ്. Then if the act by which death is caused is done with the intention of causing such bodily injury as the offender knows to be likely to cause the death of the person to whom the harm is caused. ഇവിടെ ഈ ഒരു നോസ് ഉണ്ടല്ലോ, ഇതൊരു സബ്ജക്റ്റീവ് നോളജ് ആണ്. ഇന്റൻഷൻ ഓൾറെഡി ഉണ്ട്, ഇന്റൻഷൻ ഓഫ് കോസിങ് സച്ച് ബോഡിലി ഇഞ്ചുറി അവിടെ ഉണ്ട്. ആ ബോഡിലി ഇഞ്ചുറി ഡെത്ത് കോസ് ചെയ്യുന്ന പറയുന്ന നോളജ് അവിടെ ഉണ്ട്. ഓക്കെ, അതാണ് എന്താണ് കൾപ്പബിൾ ഹോമിസൈഡ് മർഡർ ആവുന്ന സിറ്റുവേഷൻ ആണ്. ഒന്ന് ഇന്റൻഷൻ ഓഫ് കോസിങ് ഡെത്ത്, then intention of causing such bodily injury as the offender knows is likely to cause death. Okay, അപ്പം 1 and 4 ആണ്, ഡി ആണ് കറക്റ്റ് ആൻസർ. 1 and 4 ആണ് culpable homicide amounting to murder വരുന്നത്. Okay, that subjective knowledge that such injury is highly likely to cause the death of that specific person. ആ ഒരു intention അല്ലെങ്കിൽ ആ ഒരു subjective knowledge, intention of causing death, and he is likely, എന്താ അയാൾക്ക് അവിടെ ഒരു നോളജ് ഉണ്ട്, is likely to cause death. Okay, അത് ഓർത്തിരിക്കുക, ആ ഒരു ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, then Bharatiya Nyaya Sanhita introduces penalties for what kind of new crime related to deception. ഡിസെപ്ഷന്റെ പുതിയൊരു ക്രൈം കൊണ്ടുവന്ന ഏതാണ്? സൈബർ ക്രൈം ആണോ? അല്ല. ഫിനാൻഷ്യൽ ഫ്രോഡ്? നോ. സെക്ഷൽ ഇന്റർകോഴ്സ് അണ്ടർ ഫാൾസ് പ്രിടെക്സ്റ്റ് അല്ലേ? അതായത് സെക്ഷൻ 69 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഇപ്പം
ഒരുപാട് കേസ് ലോസ് ഈ 69 ബേസ് ചെയ്തിട്ട് വരുന്നുണ്ട് ഡിസപ്ഷന്റെ. അതായത് കല്യാണം കഴിക്കാമെന്നുള്ള പ്രോമിസോട് എന്ത് ചെയ്തു, സെക്ഷൽ ഇന്റർകോഴ്സിൽ ഏർപ്പെട്ടിട്ട് വഞ്ചിച്ചു, അങ്ങനെ ഇതിൽ വരുന്നിട്ട് ഒരുപാട് മിസ്യൂസും വരുന്ന ഒരു സെക്ഷനാണ് സെക്ഷൻ 69 എന്ന് പറയുന്നത്. സോ എ പ്രോമിസ് ടു മാരി ടു ക്വാളിഫൈ എ ഡെസീറ്റ് ഓർ criminal exploitation, the prosecution must provide clear evidence of malafide intent at the very beginning. അപ്പൊ എന്ത് ചെയ്തിരിക്കണം, അപ്പൊ ഈ ഒരു മിസ്യൂസ് ഒക്കെ തടയാൻ വേണ്ടിയിട്ട് കോടതി കൊണ്ടുവന്നെയാണ്. ഫ്രം ദ വെരി ബിഗിനിങ് ഈ ഒരു പ്രോമിസ് ഉണ്ടായിരിക്കണം. ആ ഒരു പ്രോമിസ് ആയിരിക്കണം എന്ത് ചെയ്തിരിക്കേണ്ടത്, അവിടെ അവർ ബ്രേക്ക് ചെയ്യുന്നത്. സോ അതെവിടെ പറയുന്നത്, ആ ഒരു റിലേഷൻഷിപ്പിന്റെ തന്നെ ഒരു വെരി ബിഗിനിങ് എന്ത് ചെയ്തിരിക്കണം, ഈ ഒരു പ്രോമിസ് അല്ലെങ്കിൽ ഇങ്ങനെ പറഞ്ഞാണ് ചീറ്റ് ചെയ്തെന്നിരിക്കണം നമ്മൾ പ്രൂവ് ചെയ്തിരിക്കണം. ഈ ഒരു മിസ്യൂസ് തടയാൻ വേണ്ടിയിട്ടാണ്. ഒരു 2025 ഒരു ഇമ്പോർട്ടന്റ് കേസാണ് രാജ്നി സിംഗ് ഏലിയാസ് സോണി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് യുടെ കേസ്. കുറേ കേസസ് ഉണ്ട് ഇതിന്റെ ബേസ് ആയിട്ട്. ഇത് വലിയൊരു ഇമ്പോർട്ടന്റ് സെക്ഷനാണ് സെക്ഷൻ 69 എന്ന് പറയുന്നത്, ഓർത്തിരിക്കുക. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കറക്റ്റ്. ഇതിൽ ഏതാണ് കറക്റ്റ് അല്ലാത്തതാണ് ക്വസ്റ്റ്യൻ. സെക്ഷൻ 76, സെക്ഷൻ 75, സെക്ഷൻ 79, സെക്ഷൻ 78. നമുക്ക് ഇത് ഓർഡറിൽ നോക്കാം. കാരണം എന്ന് പറഞ്ഞാല് ഇത് കഴിഞ്ഞ വട്ടത്തെ ലീഗൽ അസിസ്റ്റന്റ് എക്സാമിനും ഒക്കെ ചോദിച്ച ഒരു ഏരിയ ആണ്. ഇതിൽ മിക്ക എക്സാംസിനും ഈ ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. നമുക്ക് നോക്കാം. സെക്ഷൻ 74 എന്ന് പറയുന്നത് അസോൾട്ട് ഓർ ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ വിത്ത് ഇന്റന്റ് ടു ഔട്ട്റേജ് ഓർ മൊഡസ്റ്റി. അതാണ് സെക്ഷൻ 74 പറയുന്നത്. സെക്ഷൻ 75 സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് പണിഷ്മെന്റ് ആണ് സെക്ഷൻ 75. സെക്ഷൻ 76 അസോൾട്ട് ഓർ യൂസ് ഓഫ് ക്രിമിനൽ ഫോഴ്സ് ടു വിമൻ വിത്ത് ഇന്റന്റ് ടു ഡിസ്ട്രോപ്പ്. ദെൻ സെക്ഷൻ 77 വയറിസം. സെക്ഷൻ ഇത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു സെക്ഷൻ ആണ്. സെക്ഷൻ 77 വയറിസം. ദെൻ സെക്ഷൻ 78 സ്റ്റോക്കിംഗ്. സെക്ഷൻ 78 സ്റ്റോക്കിംഗ്. സെക്ഷൻ 79 വേർഡ് ജസ്റ്റർ ഓർ ആക്ട് ഇന്റന്റ് ടു ഇൻസൾട്ട് ദ മൊഡസ്റ്റി ഓഫ് എ വിമൻ. അപ്പൊ സെക്ഷൻ 74, സെക്ഷൻ 75 സെക്ഷൽ ഹറാസ്മെന്റ് ആൻഡ് പണിഷ്മെന്റ്. Then 76 assault or use of criminal force to women with intent to disrobe. Section 76. Section 77 voyeurism. Section 78 ആണ് stalking. Section 79 word gesture or act intent to insult the modesty of a woman. അപ്പൊ ഈ സെക്ഷൻ എന്തായാലും നിങ്ങൾ നോക്കാതെ പോരുത്, ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ സെക്ഷൻ 86 ക്രൂവൽറ്റി ഡിഫൈൻ ചെയ്തു. ഓക്കെ, ക്രൂവൽറ്റി അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ക്രൂവൽറ്റി ഒക്കെ ഡിഫൈൻ ചെയ്തിട്ടില്ല, ആദ്യമായിട്ട് ഡിഫൈൻ ചെയ്യുന്നത്. അപ്പൊ ക്രൂവൽറ്റി സെക്ഷൻ 86 അതൊക്കെ നോക്കിയിട്ട് വേണം പോവാൻ. ഓക്കെ. Then which notable Supreme Court ruling influenced the omission of the adultery offense in Bharatiya Nyaya Sanhita? Joseph Shine versus Union of India കേസ് ആണ്. ഓക്കെ, ഞാൻ പറയണ്ടല്ലോ. നവജീത് സിംഗ് ജോഹന്റെ കേസാണ്. സെക്ഷൻ 377 മാറ്റിയതാണ് നമ്മുടെ. അതെന്താണ്, കംപ്ലീറ്റ്ലി നമ്മുടെ ഇപ്പം BNS ഒന്നുമില്ല, അത് കംപ്ലീറ്റ്ലി ഡീക്രിമിനലൈസ് ചെയ്തിട്ടുണ്ട് അൺനാച്ചുറൽ ഒഫൻസസിന്റെ. ഓക്കെ. അണ്ടർ ദ BNS community services introduced as a form of punishment. For which of the following offenses can it explicitly mandated? അതായത് നമ്മുടെ BNS കമ്മ്യൂണിറ്റി സർവീസ് പുതിയതായിട്ട് കൊണ്ടുവന്ന പണിഷ്മെന്റ് ആണ്. നമ്മുടെ BNS ഏതൊക്കെ സെക്ഷൽ പണിഷ്മെന്റ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ടെന്ന് നോക്കാം. അറ്റംപ്റ്റ് ടു കമ്മിറ്റ് സൂയിസൈഡ് ടു കമ്പൽ എ പബ്ലിക് സർവന്റ്, യെസ് പറയുന്നുണ്ട്. ഡിഫോമേഷനിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി സർവീസിന്റെ കാര്യം. ദെൻ തെഫ്റ്റ് ഓഫ് പ്രോപ്പർട്ടി വർത്ത് ലെസ് ദാൻ 5,000, അതായത് 5,000 താഴെയുള്ള പ്രോപ്പർട്ടി ആണ് എങ്കിൽ മോഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. റീസ്റ്റോറേഷൻ ഓഫ് പ്രോപ്പർട്ടി ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ കമ്മ്യൂണിറ്റി സർവീസും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇതിൽ 3 ഉണ്ട്. ഓൾ ഓഫ് ദി എബോ ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതിലെല്ലാം എന്താണ് കമ്മ്യൂണിറ്റി സർവീസ്. 4 ഒഫൻസിലോ മറ്റോ എന്ത് ചെയ്ത് കമ്മ്യൂണിറ്റി സർവീസ് എക്സ്പ്ലിസിറ്റ് ആയിട്ട് BNS പറയുന്നുണ്ട്. ഓക്കെ. Then in order to attract application of dowry death, it is essential എന്താണ് ഡെത്ത് എപ്പോഴാണ് കോസ് ചെയ്തിരിക്കേണ്ടത് 7 years, but as engagement is a part of marriage, the period of limitation should be counted from that date. No, അങ്ങനെയൊന്നും പറയുന്നില്ലെങ്കിലും actual death should have occurred within 7 years of a marriage. Yes, എന്താണ് 7 വർഷത്തിനുള്ളിൽ വിത്തിൻ 7 years of marriage ആണ് എങ്കിൽ എന്താണ് ഈ പറയുന്ന ഡൗറി ഡെത്തില് അത് വരും. ഓക്കെ, വിത്തിൻ 7 years of marriage അത് ഇമ്പോർട്ടന്റ് ആണ്. വിത്തിൻ 7 years of marriage എന്നുള്ളത് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ ആണ്. ഓക്കെ. ദെൻ സെക്ഷൻ which section of the BNS penalizes act endangering the sovereignty, unity and integrity of India, effectively replacing the old sedition law? അപ്പം നമ്മുടെ നേരത്തെ സെഡിഷൻ 124A ആയിരുന്നു, അത് എടുത്തു കളഞ്ഞുകൊണ്ട് ഇപ്പൊ BNS എന്താണ് പുതിയതായിട്ട് സെഡിഷൻ എന്ന് ആശ്രയിച്ചിട്ടില്ല, എന്താണ് BNS വന്നേ നോക്കാം. സി സെക്ഷൻ 152, അതായത് ഇപ്പം നമുക്ക് സെഡിഷൻ 124 സെഡിഷൻ ആയിരുന്നു, ഇപ്പൊ അതില്ല, അത് നമ്മൾ എടുത്തു കളഞ്ഞിട്ടുണ്ട്. അതിലൊരു കേസ് നിങ്ങൾ ഓർത്തിരിക്കാം, SG വോംബക്രേ വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ. നിങ്ങൾ ഇത് എങ്ങനെ വേണമെങ്കിലും പ്രൊനൗൺസ് ചെയ്തോ, നോ പ്രോബ്ലം. കാരണം എനിക്കിത് പ്രൊനൗൺസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്.
ഈ കേസിലൂടെ എന്താണ് നമ്മൾ അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന്, സെഡിഷൻ ലോ അൺകോൺസ്റ്റിറ്റ്യൂഷൻ ആണെന്ന് പറഞ്ഞ് അത് എടുത്തു കളഞ്ഞു. അപ്പൊ അതിന് പകരം 152 എന്താണ് പുതിയ യൂണിറ്റി, സോവറിറ്റി, യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ഇന്ത്യ, ആ ഒരു അതിനകത്ത് പിനലൈസ് ചെയ്യുന്ന കാര്യങ്ങളാണ് പറയുന്നത്. 152 ഇത് ഓർക്കുക, സെക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, സെക്ഷൻ 152. Then according to the section 116, what kind of hurt only are designated as grievous? അത് ഏതൊക്കെ ഹേർട്ട് ആണ് ഗ്രീവിയസ് ഹേർട്ട് ആവുന്നത് നോക്കാം. Emasculation, yes. Any hurt which endangers life or which causes the sufferer to be during the space of 12 days in severe bodily pain or unable to follow his ordinarily pursuit. 12 days എന്നൊരു കാര്യം തെറ്റാണ്. എന്താണത്? 15 days ആണ്. ഓക്കെ, 15 days ആണ്. നേരത്തെ 20 days ആയിരുന്നു, ഇപ്പൊ BNS 15 days ആയി. അപ്പൊ അതുകൊണ്ട് എന്താണ് ഇത് തെറ്റാണ്. പെർമനന്റ് ഡിസ്ഫിഗറേഷൻ ഓഫ് ദി ഹെഡ് ഓർ ഫേസ് കറക്റ്റ് ആണ്. പെർമനന്റ് പ്രൈവേഷൻ ഓഫ് ദി സൈറ്റ് ഓഫ് ഈതർ ഐ കറക്റ്റ് ആണ്. അപ്പം തെറ്റ് 2 മാത്രമാണ്. അപ്പൊ 1, 3, 4 ആണ്. അപ്പൊ ബി ആണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ. ഓക്കെ, then R creates a forged log entry in a digital attendance system intending that എന്തിനു വേണ്ടിയിട്ട് ഒരു inquiry before a government department the entry should appear and mislead the officer conducting the proceeding. Hours act amount to, അതായത് എന്ത് ചെയ്തു, അയാൾ ഒരു അറ്റൻഡൻസ് സിസ്റ്റത്തിൽ എന്ത് ചെയ്തു, ഒരു ഫോർജറി നടത്തി. എന്തിനു വേണ്ടിയിട്ടാ? ഒരു ഇൻക്വയറി സമയത്ത് അതിന്റെ ബേസ് ചെയ്തിട്ടൊരു ആ ഓഫീസർ എന്ത് ചെയ്തിരിക്കണം, അയാളുടെ ഡിസിഷൻ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിട്ടോ, ആ ഓഫീസറിന്റെ ഡിസിഷൻ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിട്ട്. സോ ഈ ആരവിടെ കമ്മിറ്റ് ചെയ്ത ഏത് ഒഫൻസ് ആണെന്ന് ചോദിച്ചിരിക്കുന്നത്. മിയർ പ്രിപ്പറേഷൻ, നോട്ട് ഫാബ്രിക്കേഷൻ. പ്രിപ്പറേഷൻ മാത്രമല്ലല്ലോ, കാരണം ഫാബ്രിക്കേഷൻ അവിടെ വരും. കാരണം എന്ന് പറഞ്ഞാൽ എന്താണ്, അവിടെ ആ എൻട്രി എവിടെ അപ്പിയർ, ആ ഓഫീസറിന്റെ മുന്നിൽ അപ്പിയർ ചെയ്തിട്ട് അയാളുടെ ഡിസിഷൻ മിസ്ലീഡ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ മിയർ പ്രിപ്പറേഷൻ മാത്രമല്ല. ഫാബ്രിക്കേഷൻ ഓഫ് ഫോൾസ് എവിഡൻസ്, ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ ടു എ പബ്ലിക് സെർവന്റ് അല്ല. ക്രിമിനൽ ബ്രീച്ച് ഓഫ് ട്രസ്റ്റ്, അതൊട്ടുമല്ല. സോ എന്താണ് ഫാബ്രിക്കേഷൻ ഓഫ് ഫോൾസ് എവിഡൻസ് ആണ് അവിടെ വന്നിട്ടുള്ള. ഫാബ്രിക്കേഷൻ ചെയ്തിട്ടുണ്ട്. ഫാബ്രിക്കേഷൻ ചെയ്യുന്ന എപ്പോഴാണ്, ആ ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് എവിടെ ഉണ്ട്, അത് ഒരു ഓഫീസറുടെ ജഡ്ജ്മെന്റിനെ അത് മിസ്ലീഡ് ചെയ്യുന്നെങ്കിൽ എന്താണ് അവിടെ ഫാബ്രിക്കേറ്റഡ് എവിഡൻസ് ആണ്. ഓക്കെ, ഗിവിംഗ് ഫോൾസ് ഇൻഫർമേഷൻ ആൻഡ് ഫാബ്രിക്കേറ്റഡ് ഫോൾസ് എവിഡൻസ് ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. 228 ഫാബ്രിക്കേറ്റഡ് ഫോൾസ് എവിഡൻസിന്റെ കാര്യം പറയുന്നത്. ഗിവിംഗ് ഫോൾസ് എവിഡൻസ് 227 പറയുന്നത്. ഗിവിംഗ് ഫോൾസ് എവിഡൻസ് നമ്മൾ ഓത്തിലോ ഡിക്ലറേഷനിലോ ഒക്കെ എന്ത് തെറ്റാന്ന് അറിഞ്ഞുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എവിഡൻസ് കൊടുക്കും, തെറ്റായ എവിഡൻസ് കൊടുക്കുന്നു. അതിനാണ് നമ്മൾ ഗിവിംഗ് ഫോൾസ് എവിഡൻസിൽ പറയുന്നത്. സെക്ഷൻ 227. 228 ഫാബ്രിക്കേറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യാണ്, അതാണ് നമ്മൾ ഫാബ്രിക്കേറ്റഡ് ഫോൾസ് എവിഡൻസ്. അത് 228 പറയുന്നു. ഓക്കെ, വിച്ച് സെക്ഷൻ ഓഫ് ദി BNS ഡിഫൈൻസ് ഓഫൻസ് ഓഫ് ഓർഗനൈസ്ഡ് ക്രൈം? ഇമ്പോർട്ടന്റ് ആണ്. ഓർഗനൈസ്ഡ് ക്രൈം ഞാൻ പറഞ്ഞേ, ഓർഗനൈസ്ഡ് ക്രൈം, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം, ഇതൊക്കെ ഓർഗനൈസ്ഡ് ക്രൈം സെക്ഷൻ 11 പറയുന്നത്. പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം എന്ന് പറയുന്നത്, പെറ്റി ഓർഗനൈസ്ഡ് ക്രൈം അത് 112 പറയുന്നത്. ഈ ക്വസ്റ്റ്യൻ പേപ്പർ ചോർച്ച, തെഫ്റ്റ്, അതിൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അത് ചെയ്യുന്നത്, അതൊക്കെ ഈ പറയുന്ന പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമിൽ വരും. സ്നാച്ചിങ്, ഓക്കെ, ഇതൊക്കെ പെറ്റി ഓർഗനൈസ്ഡ് ക്രൈമിൽ വരും. ദെൻ ഓർഗനൈസ്ഡ് ക്രൈമിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റ്, അങ്ങനെ കുറച്ച് വേർഡ്സ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്നുണ്ട്. അത് വായിച്ചിട്ട് പോകണം, ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ കോഗ്നിസിബിൾ ഒഫൻസ്, അതായത് 10 ഇയേഴ്സിനുള്ളിൽ ഇത്ര ചാർജ് ഷീറ്റ് ഫയൽ ചെയ്ത ഒഫൻസിനെ എല്ലാം നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന ഓർഗനൈസ്ഡ് ക്രൈമിൽ കൊണ്ടുവരും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 111, സെക്ഷൻ 112 ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ദെൻ a falsely informs a public servant that Z has contraband sold in a secret place, knowing such information to be false, knowing that it likely that the consequence of the information will be a search of Z premises attended with announced to Z. അപ്പൊ കള്ളം പറയാണ് അതായത് കോൺട്രാബാൻഡ് സോൾട്ട് സീക്രട്ട് പ്ലേസിൽ ഇസഡ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ആ പോലീസ് ഓഫീസേഴ്സ് ഇസഡിന്റെ പ്ലേസ് സെർച്ച് ചെയ്യും, അതൊരു അനൗൺസ് ഉണ്ടാക്കും ഇസഡിന് എന്ന് അറിഞ്ഞുകൊണ്ട് എന്ത് ചെയ്തു, ഫോൾസ്ലി ഇൻഫോം ചെയ്യുകയാണ്. ഓക്കെ, അപ്പൊ കമ്മിറ്റ് ചെയ്ത ഒഫൻസ് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സെക്ഷൻ 216, 217, 218, 290. സെക്ഷൻ 217 ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത്. അതായത് ഫോൾസ് ഇൻഫർമേഷൻ കൊടുക്കുക വിത്ത് ഇന്റന്റ് ടു കോസ് പബ്ലിക് സർവന്റ് ടു യൂസ് ഹിസ് ലോഫുൾ പവർ ടു ഇഞ്ചുറി ഓഫ് അനദർ പേഴ്സൺ. 217 ആണ് അത്. ഓക്കെ, 217. Then which of the following cases the mandatory death penalty for murder by life convict under section 303 Indian Penal Code was struck down by the Supreme Court. അതായത് നമ്മുടെ ലൈഫ് കൺവിക്റ്റിന് എന്ത് ചെയ്തു, ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന, മർഡറിൽ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന, അതായത് ലൈഫ് കൺവിക്റ്റ് ആയിരിക്കുമ്പോൾ എന്ത് ചെയ്തു, ഡെത്ത് കമ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അയാൾക്ക് എന്ത് ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്ന ഒരു സിറ്റുവേഷൻ, അത് എന്ത് ചെയ്തു, ഇത്
സ്ട്രക്ക് ഡൗൺ ചെയ്ത കേസ് ഏതാണെന്നാണ്. ബച്ചൻ സിംഗ് ആണോ, മച്ചി സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്, വീഴ്സ സിംഗ് വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ്? സി, ഇത് ശരിക്കും മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിന്റെ കേസിലാണ് ഈ പറഞ്ഞ ലൈഫ് കൺവിക്ഷൻ ഡെത്ത് പെനാൽറ്റി കൊടുക്കുന്നത് സ്ട്രക്ക് ഡൗൺ ചെയ്തിട്ടുള്ളത്. ഓക്കെ, മിത്തു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളതാണ്. ഈ ബച്ചൻ സിംഗിന്റെ കേസ് നിങ്ങൾ ഓർക്കുക, റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസ് ഡിസ്കസ് ചെയ്ത കേസാണ് ബച്ചൻ സിംഗ്. ഓക്കെ, മച്ചി സിംഗ്, ബച്ചൻ സിംഗ്. When two or more persons by fighting in a public place disturb the public peace, they are liable for. അതായത് രണ്ടാൾക്കാർ പബ്ലിക് പീസ് വയലേറ്റ് ചെയ്തുകൊണ്ട് റോഡിൽ കിടന്ന് അടി ഉണ്ടാക്കുക, അത്രേ ഉള്ളൂ. അതെന്താ പറയാ, റൈറ്റിംഗ് ആണോ? അല്ല. ഡൂയിങ് ആക്ട്സ് പ്രിജുഡൈസൽ ടു മെയിൻ്റെനൻസ് ഓഫ് ഹാർമണി, അങ്ങനെ പരിപാടി നമ്മളങ്ങ് കേട്ടിട്ടില്ല. തിങ് അഫ്രേ, യെസ്, അഫ്രേ ആണ് കറക്റ്റ് ആൻസർ. അതായത് പബ്ലിക് പ്ലേസിൽ ടു ഓർ മോർ പേഴ്സൺസ് എന്ത് ചെയ്യുന്നു, ഡിസ്റ്റർബ് ചെയ്തുകൊണ്ട് അടി ഉണ്ടാക്കുന്നു, അതെന്താണ്, അഫ്രേ ആണ്. അഫ്രയിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യം, അഫ്രയിലെ പണിഷ്മെന്റ് ആണ്. ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് പണിഷ്മെന്റ്. 1 month or with fine which may extend to 1,000 rupees or with both, എല്ലാം കൊടുക്കാം. ഓക്കെ, അപ്പം അഫ്ര ഓർത്തിരിക്കുക, സെക്ഷൻ 194 അഫ്രയാണ് പറയുന്നത്. അഫ്രയിലെ പണിഷ്മെന്റ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. എന്താണ്? 1 month or with fine which may extend to 1,000 rupees or with both. Okay. Then Kabir, suffering from an extremely painful terminal disease, begs his wife to give him poison so as to put an end to his pain. She reluctantly agrees and gives him poison leading to his death. Which one of the following is the correct legal position in this case? അതായത് എന്ത് ചെയ്തു, അയാൾക്ക് ഭയങ്കര സീരിയസ് ആയിട്ട് ഇൽനസ് ഉണ്ടായിരുന്നു, അയാൾക്ക് സഹിക്കാൻ വയ്യ. അപ്പോൾ എന്ത് ചെയ്തു, ഭാര്യയോട് പറഞ്ഞ് വിഷം എനിക്ക് തരാൻ പറയുന്നു. അവർ മടിയോടാണെങ്കിലും അവർ അത് സമ്മതിക്കുകയാണ്. അത് ഏത് ഒഫൻസ് ആണ് അവർ കമ്മിറ്റ് ചെയ്തതെന്ന് ചോദിക്കുന്നത്. ഷീ ഈസ് ഗിൽറ്റി ഓഫ് മർഡർ, ഷീ ഈസ് ഗിൽറ്റി ഓഫ് culpable homicide not amounting to murder, her act amounts to abatement of suicide, she is not guilty of an offense. See, she is guilty of culpable homicide not amounting to murder. കാരണം 101ന്റെ എക്സെപ്ഷൻ 5 കൃത്യമായിട്ട് പറയുന്നുണ്ട്, അതായത് കൺസെന്റ് കൊടുക്കുന്നത്. ദാറ്റ് ഈസ് എന്താണ്, culpable homicide not amounting to murder അത് വരുന്നത്. സോ എക്സെപ്ഷൻ 5 state that culpable homicide does not amount to murder when the person whose death is caused is above 18 years of age and is suffers death or takes the risk of death with their own consent. അങ്ങനെയാണെങ്കിൽ എന്താണ് ഈ പറയുന്ന culpable homicide not amounting to murder-ലാണ് അത് വരുന്നത്. ഓക്കെ, then which one of the following statements for the offense of criminal conspiracy is not correct? ഈ പറയുന്ന ക്രിമിനൽ കോൺസ്പിറസിയിൽ ശരിയല്ലാത്തത് എന്താണെന്ന് നോക്കാം. Two or more persons agree to do an illegal act. Okay, meeting of minds is an essential ingredient. Then the act intended necessarily should take place. Then it is immaterial whether the illegal act is the ultimate object of such agreement or is merely incidental to that object. Two or more persons correct ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞു ക്രിമിനൽ കോൺസ്പിറസിയുടെ കാര്യം. മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ്, കറക്റ്റ് ആണ്. ദ ആക്ട് ഇന്റൻഡ് നെസർലി ഷുഡ് ടേക്ക് പ്ലേസ്, അത് നിർബന്ധമില്ല. ഓക്കെ, അത് കമ്മിറ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ലല്ലോ. അപ്പൊ എന്താണ്, ഡി ആണ് കറക്റ്റ് അല്ലാത്തത്. കറക്റ്റ് അല്ലാത്തില്ല, യെസ് കറക്റ്റ് അല്ലാത്ത. ദ പ്രോസിക്യൂഷൻ ഡസ് നോട്ട് ഷോ ദാറ്റ് ദ പ്ലാൻഡ് മേജർ ക്രൈം ആക്ച്വലി ടുക്ക് പ്ലേസ്, അത് നടക്കണമെന്ന് നിർബന്ധമില്ല. Was successfully executed. That conspirators can be fully convicted for the conspiracy alone if their plan failed, was intercepted by the police or was abandoned before execution. ഒന്നില്ലെങ്കിൽ പോലീസ് ഇന്റർവ്യൂ ചെയ്യുക, അല്ലെങ്കിൽ എന്താ പ്ലാൻ ഫെയിൽ എന്തുവാണെങ്കിലും അത് നടക്കണം, ഒട്ടും നിർബന്ധമില്ല. അതാണ് അവിടുത്തെ തെറ്റെന്ന് പറഞ്ഞാല്. Then mob lynching important ആണ്, ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ള ഏരിയ ആണ്. mob lynching, the murder committed by a group of 5 or more persons on the basis of race, caste, community, sex, place of birth, language or person belief is specifically penalized under which clause? 103 clause 2-ലാണ് മോബ് ലിഞ്ചിങ്ങിന്റെ കാര്യം പറയുന്നത്. ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കുക. മോബ് ലിഞ്ചിങ് എവിടെയാണ് പറയുന്നത്? 103 clause 2-ലാണ് മോബ് ലിഞ്ചിങ് പറയുന്നത്. Under section 303 of BNS, theft is defined. Which of the following is not an essential ingredient to constitute theft under this section? അതായത് എന്താണ്, തെഫ്റ്റില് ഇതിന്റെ എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് അല്ലാത്തതല്ലേ? എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് നോട്ട് ആൻ എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ്, അല്ലാത്തത് ഏതാണെന്ന ചോദ്യം. സോ ഇന്റൻഷൻ ടു ടേക്ക് ഡിസോണസ്റ്റ്ലി, അത് എസെൻഷ്യൽ എലമെന്റ് തന്നെയാണ് ഡെഫിനിഷനിൽ പറയുന്നുണ്ട്. മൂവബിൾ പ്രോപ്പർട്ടി ആയിരിക്കണം, കറക്റ്റ് ആണ്. ടേക്കിംഗ് ഔട്ട് ദ പൊസഷൻ ഓഫ് എനി പേഴ്സൺ വിത്തൗട്ട് കൺസെന്റ്, കറക്റ്റ് ആണ്, എസെൻഷ്യൽ ഇൻഗ്രീഡിയന്റ് ആണ്. ദെൻ പെർമനന്റ് ഡിപ്രൈവേഷൻ ഓഫ് ദ പ്രോപ്പർട്ടി ഫ്രം ദ ഓണർ, തെറ്റാണ്. കാരണം പെർമനന്റ് ഡിപ്രൈവേഷൻ വേണമെന്ന് അവിടെ നിർബന്ധമില്ല, ടെമ്പററിയും ആവാം. അതായത്
ഒരു ടെക്സ്റ്റ് ബുക്ക് അതിന്റെ ഓണറിന്റെ അനുവാദം ഇല്ലാതെ അയാൾ എടുത്തോണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുകയാണ്, കുറെ നാൾ അത് ഉപയോഗിച്ച് തിരിച്ച് അതേ സ്ഥലത്ത് തന്നെ വീണ്ടും കൊണ്ട് വെക്കുകയാണ്, മറ്റുള്ള അറിഞ്ഞതോ ഒന്നുമില്ല, എന്നിട്ടും എന്താണ് അത് തെഫ്റ്റ് ആണ്. ഓക്കെ, അതെന്താണ് പെർമനന്റ് ഡിപ്രൈവേഷൻ ഉണ്ടാണോ നിർബന്ധം ഇല്ല, അതാണ്. സോ അണ്ടർ ഇന്ത്യൻ ലോ ഈവൻ എ ടെമ്പററി ടേക്കിംഗ് ഓർ ടെമ്പററി ഡിപ്രൈവേഷൻ ഓഫ് പ്രോപ്പർട്ടി ഈസ് കംപ്ലീറ്റ്ലി സഫിഷ്യന്റ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് തെഫ്റ്റ്. So for example, if a person takes a colleague's books, ഞാൻ നേരത്തെ പറഞ്ഞ bicycle without the consent to use it for few days and then return it, it's still a crime and theft is fully completed the moment the property is moved with dishonest intent. അതായത് dishonest intentലൂടെ മൂവ് ചെയ്തപ്പോൾ തന്നെ എന്താണ് ആ തെഫ്റ്റ് അവിടെ കംപ്ലീറ്റ് ആയി. അവിടെ പൊസഷനിലാണ് നിങ്ങൾ നോക്കേണ്ടത്, കംപ്ലീറ്റ് ഓണർഷിപ്പ് നിർബന്ധമില്ല. സോറി, ഈവൻ കൺസ്ട്രക്റ്റീവ് പൊസഷൻ ആയാലും മതി. ലൈക്ക് എന്താണ്, ചില സിറ്റുവേഷൻ ഉണ്ടോ ഒരാളുടെ കയ്യിൽ തന്നെ ഉണ്ടാവണം നിർബന്ധമില്ല, ലൈക്ക് ഇന്ന ഗോഡൌണിലോ എവിടെയെങ്കിലും ഇരിക്കുന്ന സാധനമായിരിക്കാം, അങ്ങനെ വരും കൺസ്ട്രക്റ്റീവ് പൊസഷൻ വരാം. അതുപോലെ തന്നെ ഓണർഷിപ്പ് നിർബന്ധമില്ല. പൊസഷനിൽ ഇരിക്കുന്ന സാധനം ആ പൊസഷനിൽ ഇരിക്കുന്ന ആളുടെ അനുവാദം ഇല്ലാതെ എടുക്കുമ്പോഴാണ് അതവിടെ തെഫ്റ്റ് ആവുന്നത്. സോ ഓണർഷിപ്പിന് അവിടെ ഒരു ഓണർഷിപ്പ് അവിടെ മെറ്റീരിയൽ അല്ല. ഓക്കെ, ദെൻ കെൻ മേറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ കൃത്യമായിട്ട് തെഫ്റ്റിന്റെ ഡെഫിനേഷൻ പറഞ്ഞൊരു കേസാണ് കെൻ മേറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ. ഞാൻ ക്ലാസ്സിൽ കൃത്യമായിട്ട് പറഞ്ഞൊരു കേസാണിത്. കെൻ മേറ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, മറ്റേ നമ്മുടെ വിമാനം മുഷിച്ചുകൊണ്ട് പോയ കേസ്, പാകിസ്ഥാനിൽ കൊണ്ടിട്ട കേസില്ലേ, അത് തന്നെ. സോ അത് കൃത്യമായിട്ട് ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്താണ് തെഫ്റ്റ് എന്നുള്ളത്. Then state of Maharashtra versus Vishwanath's case. See, the subject of theft must be in physical or constructive possession of someone at the time of taking. അപ്പോൾ physical ആവാം അല്ലെങ്കിൽ constructive possession ആവാം. So court clarified the law protect possession. അതവിടെ ഓണർഷിപ്പ് അല്ല പ്രൊട്ടക്ട് ചെയ്യുന്നത്, പൊസഷൻ ആണ്. സോ ഐറ്റം ഈസ് കംപ്ലീറ്റ്ലി അബാൻഡൻ, അൺഅറ്റൻഡഡ് ഓർ ഔട്ട് ഓഫ് എനി വൺ പൊസഷൻ. അതായത് എങ്ങോ താഴെ കിടക്കുന്ന ഒരു സാധനം, അത്രേ ഉള്ളൂ. മൂവിങ് ഡസ് നോട്ട് ഓട്ടോമാറ്റിക്കലി കോൺസ്റ്റിറ്റ്യൂട്ട് തെഫ്റ്റ്. അത് എടുക്കാന്ന് പറയാൻ നമുക്ക് തെഫ്റ്റ് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം എന്നാൽ പൊസഷൻ ആണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അൺലെസ് എ ഡിസോണസ്റ്റ് ഇന്റന്റ് ടു മിസ്അപ്രോപ്രിയേറ്റ് സമൺ എൽസ് കറന്റ് പൊസസറി റൈറ്റ് ക്യാൻ ബി പ്രൂവ്ഡ്. അതായത് എന്താണ്, ചിലപ്പോൾ ആ കോയിൻ ലൈക്ക് എന്താ ഒരു കോയിനോ അല്ലെങ്കിൽ എന്തൊരു സാധനം മറ്റൊരാളുടെ ഒരു സാധനം അത് അൺഅറ്റൻഡഡ് ആണ്, ലൈക്ക് ആരും അവകാശപ്പെടാനോ ഒന്നുമില്ല, ആരുടെ പൊസിഷനും അല്ല, അത് നമ്മൾ എടുക്കുന്ന പറഞ്ഞാൽ തെഫ്റ്റ് അല്ല. ബട്ട് ഇൻ കേസ് അത് നമ്മുടെ തന്നെ യൂസ് ചെയ്ത് നമ്മളത് ഉപയോഗിച്ചത് ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടിയിൽ അത് വരും, അല്ലാണ്ട് തെഫ്റ്റിൽ അത് വരത്തില്ല. ഓക്കെ, to constitute criminal trespass under BNS, an entry into or upon property must be made with the intent to commit an offence or to. ക്രിമിനൽ ട്രസ്പാസിന്റെ കാര്യം ഓർത്താൽ മതി. ക്രിമിനൽ ട്രസ്പാസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കോസ് ഫിനാൻഷ്യൽ ലോസ് ടു ദ ഓണർ ആണ് ക്രിമിനൽ ട്രസ്പാസ് അല്ല. ഇന്റിമേറ്റ് ഇൻസൾട്ട് ഓർ അനോയ് എനി പേഴ്സൺ ഇൻ പൊസഷൻ. ഓക്കെ, ഇതല്ലേ ക്രിമിനൽ ട്രസ്പാസ്. ഓക്കെ, അതുപോലെ ഈവൻ നമ്മുടെ ഒരു ബോഡി ഏതെങ്കിലും ഒരു ഭാഗം ഉള്ളിലോട്ടാണെങ്കിൽ കൂടി അത് ട്രസ്പാസ് തന്നെയാണ്. ഓക്കെ, അതൊക്കെ ഓക്കെ ഓർത്തിരിക്കാം. 330, 329, 330 ഹൗസ് ബ്രേക്കിംഗ് ഉണ്ട്. ഓക്കെ, then what is a newly introduced alternative punishment for simple defamation under section 356 clause 2 BNS? ഞാൻ ഓൾറെഡി പറഞ്ഞു കമ്മ്യൂണിറ്റി സർവീസ് ആണ്. ക്ലിയർ ആയിട്ട് ഡിഫമേഷന്റെ കാര്യത്തിൽ പറയുന്നുണ്ട് കമ്മ്യൂണിറ്റി സർവീസ്. Then 143 of BNS defense offense of trafficking of person. See, ഇതിന്റെ സെക്ഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ ആണ് 143 പറയുന്നത്. ഇതിൽ അങ്ങനെ ക്വസ്റ്റ്യൻസ് ഞാൻ കണ്ടിട്ടില്ല, ബട്ട് സ്റ്റിൽ നിങ്ങൾ സെക്ഷൻ ഓർത്തിരിക്കുക. Which of the following is explicitly listed as a means to execute trafficking under the section? അപ്പം ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സണിൽ വരുന്ന എലമെന്റ്സ് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. Threat or use of force, yes ഉണ്ട്. ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ. അബ്ഡക്ഷൻ ഓർ ഫ്രോഡ് ഉണ്ട്. അബ്യൂസ് ഓഫ് പവർ ഓർ ഇൻഡ്യൂസ്മെന്റ് ഉണ്ട്. സോ ഓൾ ഓഫ് ദി എബോവ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ, 143 ട്രാഫിക്കിംഗ് ഓഫ് പേഴ്സൺ. ഓക്കെ, under BNS a provision has been added to treat theft of property below a certain value as property. Yes, petty offense punishable with community service for first time offenders. Okay, അത് നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ്. 5,000 rupees താഴെയാണെങ്കിൽ. ഓക്കെ, a fined a rupee on high road knowing no person to whom the rupee belongs. A takes a rupee. What offenses A has committed under BNS? അതായത് എന്താണ്, ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ ആണ്. താഴെ കിടന്ന ഒരു രൂപ എടുക്കുന്നു, എന്താണ് അയാൾ അത് എടുത്തു വെക്കുന്നു. അയാൾ എന്താണ്, നോയിങ് നോ പേഴ്സൺ ടു ഹൂം ദ റുപ്പി ബിലോങ്സ്, അയാൾ എന്താ രൂപ എടുക്കുകയാണ്. അയാൾ എന്ത് ഒഫൻസ് ആണ് കമ്മിറ്റ് ചെയ്തത്? പുള്ളി എന്താണ് ഓരോ ഒഫൻസും കമ്മിറ്റ് ചെയ്തിട്ടില്ല, പക്ഷേ എന്താണ് അത് തന്നെ യൂസിന് വേണ്ടിയിട്ട് അത് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെ ക്രിമിനൽ മിസ്അപ്രോപ്രിയേഷൻ ഓഫ് പ്രോപ്പർട്ടി വരും. ഓക്കെ, അല്ലാണ്ട് ഇപ്പൊ എന്താണ് അതൊരു ഒഫൻസ് അല്ല. താഴെ കിടന്ന സാധനം അയാളെടുത്ത് കൈവെക്കുന്നു, എന്താണ്, ഇറ്റ്സ് നോട്ട് ആൻ ഒഫൻസ്. ഓക്കെ, സോ
BNS അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗമൊക്കെ നമ്മൾ MCQ ചെയ്ത് കഴിഞ്ഞു. നിങ്ങൾ എന്ത് ചെയ്യണം, ബാരാക്ട് നന്നായിട്ട് വായിക്കുക, നന്നായിട്ട് ബാരാക്ട് വായിക്കുക. ക്വസ്റ്റ്യൻസ് ഒരുപാട് വരാൻ ചാൻസ് ഉള്ള ഒരു സബ്ജക്റ്റാണ് BNSS ഒക്കെ. സോ നന്നായിട്ട് ബാരാക്ട് വായിക്കുക. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യാം. സോ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻസ് കൂടെ നിങ്ങൾക്ക് തരാം. ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. നിങ്ങളുടെ എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതി ഞാൻ വിശ്വസിക്കുന്നു. സോ ക്വസ്റ്റ്യൻ പേപ്പർ നന്നായിട്ട് വർക്ക്ഔട്ട് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഇനി ചെയ്യാനുള്ളത്. നമുക്കിനിയും ക്വസ്റ്റ്യൻസ് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമുക്കിനി ചെയ്യാം. നമ്മൾ എന്തായാലും നല്ല തറവായിട്ട് നമ്മൾ എക്സാമിന് പോകത്തുള്ളൂ. സോ നിങ്ങൾ വറി ആവണ്ട. സോ താങ്ക് യു ഫോർ വാച്ചിങ്.